ഞാൻ ഈ പരിപാടിയിലേക്ക് വരുമ്പോ ഇവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തിന്റെ പ്രഭാഷണം അവസാനിച്ചെടുത്തു നിന്നാണ് ഇന്നത്തെ എന്റെ ഈ പ്രഭാഷണം ആരംഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു ഹദീസ് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ പരിശുദ്ധമായ മഖാം സിയാറത്തിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന ആ ഭയവിഹ്വലതയിൽ ഒരു മനുഷ്യന്റെ കവിൾത്തടത്തിലൂടെ അവന്റെ നയനങ്ങൾ സജലങ്ങളായി ഒഴുകുന്ന കണ്ണുനീരിന് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു പ്രതിഫലത്തെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഹദീസ് ഇങ്ങനെയാണ്, ലാ യലിജുന്നാറ റജുൽ, ഒരിക്കലും ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ മനുഷ്യന്റെ സ്വഭാവം ശേഷം വിശദീകരിച്ചത് ബക്ക മിൻ ഖശിയത്തില്ല, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ കരഞ്ഞു. അവന് കരയുന്ന കണ്ണുനീരുകൾ ശേഖരിച്ച് 1 ലിറ്ററോ 2 ലിറ്ററോ നയാഗ്ര ഒഴുകുന്ന സമാനമായ കണ്ണുനീരോ വേണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഠിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മിസ്ലു റഅസി ദുബാബി, ഒരു ഈച്ചയുടെ കൊതുകിന്റെ തലയുടെ വലിപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ട്, ഒരു പുള്ളി, ഒരു തുള്ളി, ആ ഒരു തുള്ളി കണ്ണുനീര് അള്ളാഹുവിന്റെ പ്രവിശാലമായ കോടതിയിൽ നിർത്തപ്പെടുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ആ കണ്ണുനീരിന്റെ ഉടമ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഏതുവരെ ഹത്താ യഊദൽ ലബനു ഫിൽ ലർഇ, കറന്നെടുത്ത പാല് തിരിച്ചകിടിലേക്ക് പ്രവേശിക്കാത്തതുപോലെ. മാണിക്കോട്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ലോകം വളരെ പുരോഗമിച്ചു, ശാസ്ത്രം കുതിച്ചുയർന്നു. ചന്ദ്രനിൽ തന്നെ ശിവശക്തി നഗർ എന്നറിയപ്പെടുന്ന ഒരു നഗറുണ്ട് പോലും. ഏതായിരുന്നാലും വലിയ ശാസ്ത്രത്തിന്റെ കുതിപ്പിന്റെയും മനുഷ്യൻ അതിന്റെ മുന്നിൽ കിതപ്പിന്റെയും ഇടയിൽ നമ്മൾ നിൽക്കുമ്പോ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ആടോ പശുവോ ഉണ്ടെങ്കിൽ ആ പശുവിന്റെയോ ആടിന്റെയോ അകിടിൽ നിന്ന് പാല് ചുരത്തിയതിനു ശേഷം ഇത്രയും പാല് ഇന്ന് വീട്ടിൽ ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് പാല് അതിന്റെ അകിടിലേക്ക് തന്നെ തിരിച്ചു കയറ്റാം എന്ന് കരുതിയാൽ സിറിഞ്ച് വെച്ചടിച്ചാൽ പോലും, ഇൻജക്ട് ചെയ്താൽ പോലും ഒരു തുള്ളി പാല് തിരിച്ചകിടിലേക്ക് പ്രവേശിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് ശാസ്ത്രം ഇന്ന് വരെ കഴിയുമെന്ന് പറയുകയോ പറയിപ്പിക്കുകയോ അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയോ ചെയ്യാതെ ശാസ്ത്രം വലിയ പുരോഗതിയിലാണ് എന്ന് പറയുമ്പോഴും ഒരിക്കൽ പോലും കറന്നെടുത്ത പാല് തിരിച്ചകിടിലേക്ക് കയറാൻ കഴിയില്ല, അത് അസംഭവ്യമാണ്, മുഹാലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് ഒരു തുള്ളി കണ്ണുനീര് പടച്ച തമ്പുരാന്റെ ശിക്ഷയോർത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവിശാലമായ കോടതിയിൽ ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന ആരോരു സഹായത്തിനില്ലാത്ത മഹിഷറാവൻ സഭയിൽ അള്ളാഹുവിന്റെ ശിക്ഷയോർത്തുകൊണ്ട് കരയുന്ന ഒരു ഈച്ചയുടെ തലയുടെ വലിപ്പത്തിൽ ഒരു തുള്ളി കണ്ണുനീര് ആരാണോ പൊഴിക്കുന്നത് അവന് നരകം ഹറാമാണ് എന്ന് ഇന്നേ വരെ കളവ് പറയാത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മുടെ അജയ്യനായ അമരക്കാരൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും നരകത്തിൽ നമ്മൾ പ്രവേശിക്കില്ല. പക്ഷേ ഞാനൊന്ന് മാണിക്കോട്ടുകാരോട് ചോദിക്കുകയാണ്, ഈ കരയുക ചിരിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യനിൽ മാത്രമുള്ള കാര്യമാണ്.
മനുഷ്യർക്ക് മാത്രമല്ല കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് കരച്ചിലും ചിരിയുമൊക്കെ. പക്ഷേ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും അഭിലഷിക്കുന്നത് ഒരുപാട് ചിരിക്കാൻ, കുറച്ച് കരയാൻ വേണ്ടി കിട്ടാൻ. നമ്മൾ ഇഷ്ടപ്പെടുന്നത് വളരെ കുറച്ച് കരയണം, ധാരാളം ചിരിക്കണം. ഒരുപക്ഷെ നമ്മളിൽ പലരും തീരെ കരയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുമ്പോൾ ഇസ്ലാമിന്റെ നിലപാട് നേരെ തിരിച്ചാൻ. കുറച്ച് ചിരിക്കണം, ഒരുപാട് കരയണം, ധാരാളം കരയണം. അത് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പേരിലല്ല, അത് പാർട്ടിക്ക് പരാജയം സംഭവിക്കുന്നതല്ല, അത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഭൗതികമായ താല്പര്യങ്ങളിൽ, ഏതെങ്കിലും ഭൗതികമായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ന്യൂനതയുടെ പേരിലല്ല നമ്മൾ കരയേണ്ടത്. മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർത്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ കരയേണ്ടത്. ഇതാണ് സമാപന പ്രസംഗം ഞാൻ വരുമ്പോൾ നടത്തിക്കൊണ്ടുനിന്ന പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്ത് നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് തുടങ്ങുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ്. അത് കൊള്ളാം, തള്ളാം, എന്തു വേണോ ചെയ്യാം. അത് വേറൊന്നുമല്ല, നമ്മുടെ നാഷണൽ ഹൈവേ അത് പൊതു സ്വത്താണ്, അത് പൊതുമുതലാണ്. അതൊരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ വെറുതെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് മാണിക്കോട്ട ഉറൂസ് ഗംഭീരമായിരുന്നു എന്ന് പറയിപ്പിക്കുന്നത് സുന്നത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് നല്ല സജ്ജരായ ഇതിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ആ നിൽക്കുന്ന ജനങ്ങളെ മുഴുവനും ഈ സദസ്സിലോ ഈ പള്ളിക്കകത്തോ ഈ മക്കാം പരിസരത്തോ കയറ്റേണ്ട ബാധ്യത കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഉറൂസ് എന്ന പേരിലാണ് ഇവിടെ വന്നിട്ടുള്ളത് എങ്കിൽ, ഇവിടെ ഈ പ്രകാശം കാണാനാണെങ്കിൽ ഓക്കെ, അതല്ല ചന്തയിൽ വന്നതാണെങ്കിലും ഓക്കെ. പക്ഷെ നിങ്ങൾ ഈ മഖാം ഉറൂസിലാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ ചന്തയിലും റോഡിന്റെ വശങ്ങളിലും മഹാനായ ഖാദി ഹസൈൻ ആറുപ്പാപ്പ ഇല്ല, അദ്ദേഹം ആ മഖാമിലും ഇല്ല. ആ മഖാമിനകത്തും അദ്ദേഹം ഇപ്പൊ ഉണ്ടാവൂല. കാരണം ഈ സദസ് റിയാലുൽ ജന്നയാണ്, സ്വർഗത്തിന്റെ തോപ്പാണ്. അപ്പൊ സ്വർഗത്തിന്റെ തോപ്പ് ഇവിടെ ഉള്ളപ്പോ മൂപ്പർക്ക് അവിടെ കിടന്നാൽ ഉറക്കം വരൂല. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും ഈ സദസ്സിലാണ്. അതുകൊണ്ട് മാണിക്കോട്ടയുടെ സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട ഖാദി ഹസൈൻ ആറുപ്പാപ്പയുടെ ആ പൊരുത്തമാണ് ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ ഈ സദസ്സിൽ വരാം. അല്ലാത്തവർക്ക് ചന്തയിലോ റോഡ് വക്കിലോ നിൽക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിഷയം ആരംഭിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പണ്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, ഈ ചില മനുഷ്യന്റെ ഹൃദയം പാറ പോലെ ഉറച്ചിരിക്കുന്നു എന്ന്. പാറ പോലെ ഉറച്ചിരിക്കുന്നു എന്ന് ചിലര് പറയാറുണ്ട്. അത് ശരിയാണ്. പാറ പോലെ ഉറച്ചുപോയി, കല്ല് പോലത്തെ കൽബെന്ന് പറയാറുണ്ട് ചിലരുടെ ഹൃദയം. എന്ത് പറഞ്ഞാലും കുലുങ്ങൂല, എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും കുലുങ്ങൂല. അത് പണ്ടുള്ള ആളുകൾ പറയുന്നതിൽ അർത്ഥമുണ്ട്. അത് കേവലം ഒരു വാക്കല്ല, അത് ഖുർആൻ ആയത്താണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞു, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളെ. 10 മണിക്ക് വാഴ തുടങ്ങിയ നിങ്ങളാ ഈ വറക്കപ്രാന്തിൽ ഇങ്ങനെ ഇരുന്ന എന്റെ പ്രസംഗം ശോഭിക്കൂല, നിങ്ങൾക്ക് മടിപ്പുണ്ടാവും. വിപരീതങ്ങൾ അടക്കമുള്ള എല്ലാവരും പറഞ്ഞ് 7 മണിക്ക് വാഴ തുടങ്ങണമെന്നാണ്. അതാണ് അതിന്റെ ശൈലി. 10 മണിക്ക് തുടങ്ങിയ നിങ്ങളാ. എന്നിട്ട് എന്നോട് ചോദിക്കുക, സംഘാടകർ ചോദിച്ചു, ഫുഡൊക്കെ കഴിച്ചിട്ട് തുടങ്ങിയാൽ പോരെ? ഞാൻ പറഞ്ഞു, ഫുഡ് ഞാൻ 1 മണിക്ക് കഴിച്ചോളാം രാത്രി. പക്ഷേ പരിപാടി 10 മണി to 12. ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആക്ക് വരാനുണ്ട്. അല്ലെ, എപ്പോഴാ ദുആക്ക് വരുന്നത്? ഉസ്താദ് ദുആക്ക് എപ്പോഴാ? പരിപാടി കഴിഞ്ഞിട്ടല്ലേ? അപ്പൊ അതുവരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒരുപാട് ഡിസ്റ്റർബുകളുടെ ഇടയിലാണ് നമ്മൾ വാഴ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല, ഓരോരുത്തരുടെ ഓരോ ശൈലിയാണല്ലോ. ഈ വാഹനങ്ങളുടെ പോക്ക്, പിന്നെ ഈ വിസിലടി, പിന്നെ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത്. ആരും അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ കണ്ണും തുറന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇരുന്നോളി. ഇൻഷാ അല്ലാഹ് ചിരിക്കാൻ വേണ്ട, കരയാൻ വേണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം പാറകളെ പോലെ ഉറച്ചിരിക്കുകയാണ്. അല്ല, ഔ അശദ്ദ ഖസ്വ, പാറകളെക്കാൾ ഉറച്ചുപോയി. കാരണം എന്താ?
പാറകളിൽ എത്രയോ വലിയ പാറകൾ പൊട്ടിക്കപ്പെട്ട് ആ പാറയുടെ ഉള്ളിൽ നിന്ന് എത്രയോ വെള്ളത്തിന്റെ അരുവികൾ ഒഴുകുന്നുണ്ട്. എത്രയോ പാറക്കൂട്ടങ്ങളിൽ നിന്ന് നയാഗ്ര പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചലനം, ആ ഹൃദയം പാറകളെക്കാൾ ഉറച്ചു പോയതിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണുനീര് അവന്റെ കണ്ണിൽ നിന്ന് വരുന്നില്ല. ഇത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. അപ്പൊ നമ്മുടെ ഖൽബ് എന്ത് വേണം? ഉണരണം, എന്നാലേ കരച്ചിൽ വരൂ. ഖൽബ് ഉണർന്നാലേ കരയാൻ പറ്റൂ. ഖൽബും കണ്ണും തമ്മിൽ കണക്ഷനാണ്, അതിനൊരു കണക്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞ എവിടെയൊക്കെയാണ് കരയേണ്ടത് അതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ ഖുർആൻ എവിടെയൊക്കെയാണ് കരയാൻ പറഞ്ഞത് എന്ന വിഷയമാണ് എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കാനുള്ളത്. ഓരോന്നും നിങ്ങൾ ഓരോ അക്കമിട്ട് എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അവർ ഇഷ്ടപ്പെടുന്ന സദസ്സാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആ വിഷയം പറയുന്നതിന് മുമ്പ് ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ട് കണ്ണുനീരുണ്ട്. ഒന്ന് ആത്മാർത്ഥതയുടേത്, ഒന്ന് അഭിനയത്തിൻ്റെത്. നമ്മൾ ഏത് തലത്തിൽ ഉൾപ്പെടണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആത്മാർത്ഥതയുടെ കണ്ണുനീര് വേണോ, അഭിനയത്തിന്റെ കണ്ണുനീര് വേണോ? നമ്മൾ ചിന്തിക്കുക. ഏതാ ആത്മാർത്ഥതയുടെ കണ്ണുനീർ? മഹാനായ ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പനയുടെ വിളവെടുപ്പിന്റെ സമയത്ത് കഠിനമായ രൂക്ഷമായ ക്ഷാമം. ആ ക്ഷാമത്തിലാണ് കഠിനമായ ചൂട്, അസഹ്യമായ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. ആ ചൂട് സമയത്താണ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് തബൂക്ക് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ ശരിയാക്കുന്നത്, തയ്യാറാക്കുന്നത്. ആ സമയത്ത് പ്രവാചകനെ സഹാബത്തിനെ വിളിക്കുന്ന സ്വഹാബാ, നമുക്ക് തബൂക്കിലേക്ക് പോകണം. സത്യനിഷേധികളോട്, കുഫാറുകളോട് പോരാടാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുകയാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കഠിനമായ ചൂടാണ്, അസഹ്യമായ ചൂടാണ്, രൂക്ഷമായ ക്ഷാമമാണ്. ആ സമയത്താണ് മദീനയുടെ ഓരോ ഈത്തപ്പനകളും വിളവെടുപ്പിന്റെ സമയം. ആ സമയത്ത് മൈലുകൾക്കപ്പുറത്തുള്ള തബൂക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രവാചകനെ സഹാബത്തിനെ തയ്യാറാക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകനെ സഹാബത്തിനെ തയ്യാറാക്കി നിർത്തുകയാണ്. പോകാം സഹാബാ, തബൂക്കിലേക്ക് പോയി വിശുദ്ധമായ ഇസ്ലാമിന്റെ വെന്നിക്കൊടി ആകാശ സീമയിൽ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങുമ്പോ അതാ കുറെ സഹാബാക്കള് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ പരിചകളില്ല, അവരുടെ കയ്യിൽ പടയങ്കികളില്ല, അവരുടെ കയ്യിൽ പടക്കോപ്പുകളില്ല, യാതൊരു ആയുധങ്ങളില്ലാതെ, യുദ്ധത്തിന് ആവശ്യമായ സാധന സാമഗ്രികളില്ലാതെ അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് അവര് വരികയാ. ആ സമയത്ത് പ്രവാചകൻ അവരോട് പറഞ്ഞു, സഹബാ, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളുടെ കയ്യിൽ വാളുകളില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ പരിചകളില്ലല്ലോ, പടയങ്കികളില്ലല്ലോ, പടക്കോപ്പില്ലല്ലോ, പടക്കുപ്പായമില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ യാതൊന്നുമില്ലാത്ത സാഹചര്യത്തില് എങ്ങനെയാണ് നിങ്ങൾ യുദ്ധത്തിന് നിങ്ങൾ വരിക? അതുകൊണ്ട് മടങ്ങിപ്പോക്കോ, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം പോകാമെന്ന് പറഞ്ഞ് സാധുക്കളിൽ സാധുക്കളായ സഹാബത്തിനെ മടക്കി വിടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബ അവരെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് കേൾക്കണോ? തവല്ലൗ വഅയുനുഹും തഫീലു മിനദ്ദംഇ ഹസനാ ലാ യജിദൂ മാ യുൻഫിഖൂൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാ. പ്രവാചകൻ സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സഹാബാ, നിങ്ങളുടെ കയ്യിൽ യാതൊന്നുമില്ലല്ലോ. രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശത്രുക്കൾ നിങ്ങളുടെ മുന്നിലെത്തുമ്പോ എവിടെ വെച്ചാ നിങ്ങൾ യുദ്ധത്തിനെ പ്രതിരോധിക്കുന്നത്? ശത്രുക്കളെ നിങ്ങൾ എങ്ങനെയാണ് വകവരുത്തുന്നത്? അവരുടെ അമ്പോ, അവരുടെ വില്ലോ, അവരുടെ വാളോ, അവരുടെ പരിചയോ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങാനും പതിച്ചാ അതിനെ തടയാനുള്ള പടക്കോപ്പും പടയങ്കിയും നിങ്ങളുടെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് പോകണം സഹബാ.
ആ സമയത്ത് ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് തവല്ലോ, അവരവിടെ നിന്ന് തിരിച്ചു നടക്കുകയാ. മസ്ജിദുൻ നബവിയുടെ ചാരത്ത് മദീനത്തുൻ നബവിയിലെ പ്രവാചകന്റെ മുമ്പിൽ നിന്നവര് പിന്തിരിയുകയാ. അവര് എങ്ങനെയാണ് പോയതെന്നറിയോ? പോകാൻ കഴിയാത്തതിന്റെ പേരില്, സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടാ അവര് മടങ്ങി പോകുന്നത്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി പോരാടാ, നിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാടാ. ഞങ്ങൾക്ക് ഭാഗ്യമില്ലല്ലോ തമ്പുരാനെ, കയ്യിൽ വാളും പരിചയമില്ലാത്തതിന്റെ പേരിൽ പ്രവാചകനെ മടക്കി വിട്ടല്ലോ. ആ ഒരു സങ്കടത്തോടെ, വേദനയോടെ, സംഭീതരായി, പരിഭ്രമചിത്തരായി, വിഷാദ വിഷണ്ണരായി, വ്യാകുല വിഹുലരായി ആ സഹാബാക്കൾ മടങ്ങി പോകുന്നത് കരഞ്ഞുകൊണ്ടാ. ആ കണ്ണുനീര് ആത്മാർത്ഥതയുടെ കണ്ണുനീരാ. ആ കണ്ണുനീര് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ യുദ്ധത്തിന് പോകാൻ കഴിയാത്തതിന്റെ പേരിലുള്ള ആത്മാർത്ഥതയുള്ള കണ്ണുനീരാ. പക്ഷേ അവർക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയോ? കിലോമീറ്ററുകൾക്കപ്പുറത്ത്, മൈലുകൾക്കപ്പുറത്ത് പരിശുദ്ധമായ മദീനയിൽ നിന്ന് യുദ്ധത്തിന് പോയ സഹാബത്തും പ്രിയപ്പെട്ട പ്രവാചകരും തബൂക്കിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ സഹാബാക്കളോട് റസൂലുള്ള പറയുന്ന, സഹാബത്തെ, നിങ്ങൾ വാളുകൾ വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ, പരിചകൾ വെച്ച് നിങ്ങൾ യുദ്ധത്തിൽ തടഞ്ഞു നിർത്തുമ്പോൾ, നിങ്ങളൊരു ചുവട് മുന്നോട്ട് വെക്കുമ്പോ നിങ്ങളോടൊപ്പം ആ പാവപ്പെട്ടവരും ഉണ്ട് സഹാബാ, അവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടേ സഹാബാ. പ്രവാചകരോട് സഹാബത്ത് ചോദിക്കുന്ന, തബൂക്കിൽ നിന്ന് നബിയേ, എങ്ങനെയാണ് നമ്മൾ തബൂക്കിലാണ്, വഹുംബിൽ മദീന, അവരും മദീനയിലല്ലേ, പിന്നെങ്ങനാണ് നമ്മളോടൊപ്പം ഉണ്ടാവുക? അല്ലാഹുവിന്റെ റസൂല സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, അവർക്ക് കാരണം, വ്യക്തമായ കാരണമുള്ളത് കൊണ്ടാണ് യുദ്ധത്തിന് വരാത്തത്. പക്ഷെ അവരുടെ മനസ്സ് നമ്മോടൊപ്പമാണ്. അവര് തിരിച്ചു പോകുമ്പോൾ കരഞ്ഞത് നിങ്ങൾ കണ്ടോ? ആ കണ്ണുനീര് ആത്മാർത്ഥതയുടെ കണ്ണുനീരാ, ആത്മാർത്ഥമായി കരഞ്ഞ കണ്ണുനീരാ. അതുകൊണ്ട് സഹാബത്തെ, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ എന്റെ സഹാബത്തിനല്ല കൊടുക്കുന്നതാ. നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ അല്ലാഹു അവർക്കും കൊടുക്കുന്നതാ സഹാബാ. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലൂടെ ആത്മാർത്ഥതയുള്ള കണ്ണുനീരിനെ പരിചയപ്പെടുത്തുന്നതാണ്. ആത്മാർത്ഥമായിട്ട് കരയാൻ കഴിയണം. ഇവിടെ ഒരു വിഭാഗ സഹാബത്തിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരിൽ, അവർക്ക് യുദ്ധത്തിന് പോകാൻ കഴിയാത്തതിന്റെ പേരിൽ, ആ യുദ്ധം ചെയ്യുന്ന സഹാബത്തിന് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ അല്ലാഹു അതേ തോതിൽ ഈ വീട്ടിനകത്തിരുന്ന സഹാബത്തിനും കൊടുത്തു. എന്താ കാരണം? ഇവരുടെ കണ്ണുനീര് ആത്മാർത്ഥതയുള്ളതായിരുന്നു. ആത്മാർത്ഥതയുള്ളതായിരുന്നു ഇവരുടെ കണ്ണുനീർ. നമ്മുടെ കണ്ണുനീർ ആത്മാർത്ഥമാണെങ്കിൽ ദാ വരാൻ പോവാ വിശുദ്ധമായ റമളാൻ. റമളാൻ കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ഹജ്ജിന്റെ മാസമായി. ആ ഹജ്ജിന്റെ യാത്രയയപ്പ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടത്തെ മാണിക്കോട്ട മസ്ജിദിൽ നിന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ വാഹനം കയറുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ? യാത്രയയപ്പിന്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പലരും ഇരുന്ന് ദുആ ചെയ്യുന്നത്. സാമ്പത്തിക ശേഷിയില്ല. 6.25 ലക്ഷം രൂപ പ്രൈവറ്റിൽ കൊടുക്കണം, 4.5 ലക്ഷം രൂപ ഗവൺമെന്റിന് അടയ്ക്കണം. അതുകൊണ്ട് പോകാൻ, ഒരു തരി പൊന്ന് വിറ്റിട്ട് പോകാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത, ഒരു സെന്റ് ഭൂമി വിറ്റിട്ട് പോകാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട ആളുകൾ ഇരുന്ന് നെഞ്ചു പൊട്ടി കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ എഴുതി വെച്ചോ തങ്കലിപികളിൽ, അല്ലാഹു അക്കൊല്ലത്തെ ഹജ്ജിന്റെ കൂലി പാവങ്ങൾക്ക് കൊടുക്കും എന്ന് വെച്ചിട്ട് പൈസ വന്നാ പോകണ്ടെന്നല്ല, മറിച്ച് അല്ലാഹു ആ ഹജ്ജിന്റെ കൂലി അവർക്ക് കൊടുക്കും. അതുകൊണ്ടാണ്. പക്ഷെ അല്ലാഹ് നോക്കും, വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നുണ്ടോ, ഹറമിൽ പോകാൻ പറ്റാത്തതിന്റെ പേരില് വെറുതെ കരഞ്ഞാ പോരാ, വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നുണ്ടോ എന്ന് കൂടെ നോക്കും. ഇപ്പോ കോവിഡ്, ആഫ്റ്റർ കോവിഡ്, കോവിഡാനന്തര കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വിശിഷ്യ ചെറുപ്പക്കാരുടെ മൈൻഡ് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിന് ജുമയ്ക്ക് പോണം, എന്തിന് നിസ്കരിക്കണം,
ഹജ്ജിന് പോകാൻ സാമ്പത്തിക ശേഷിയില്ലാതെ കരഞ്ഞവന് ഹജ്ജിന്റെ കൂലി അല്ല കൊടുക്കും, ടോട്ടലി കൊടുക്കും. പക്ഷെ അല്ല വെള്ളിയാഴ്ച നോക്കും പള്ളിയിൽ വരുന്നുണ്ടോ എന്ന്. അതാണ് പറഞ്ഞത് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാദിഖരുടെ ഹജ്ജാണ് ഈ ജുമുഅ എന്ന് പറയുന്നത്. ഇവിടെ പള്ളി നിർമ്മാണം നടക്കുന്നെന്നിരിക്കട്ടെ, ഈ കാഞ്ഞങ്ങാട് മാണിക്കോട്ട ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു 10 ലക്ഷം, ഒരാൾ എണീറ്റ് പറഞ്ഞു 25 ലക്ഷം ഉണ്ടല്ലോ കൊടുക്കാൻ, ഒരാൾ പറഞ്ഞു 2 ലക്ഷം. 1 രൂപ കയ്യിലെടുക്കാനില്ലാത്ത പട്ടിണി പാവപ്പെട്ടവൻ ഈ സദസ്സിൽ ഇരുന്നിട്ടും നെഞ്ച് വിങ്ങുന്നുണ്ടാവും. അല്ലാ, എനിക്കും എന്റെ മാണിക്കോട്ട പള്ളിക്ക് കൊടുക്കണം, പക്ഷേ ഞാൻ എങ്ങനെ കൊടുക്കും, എനിക്ക് സാമ്പത്തിക ശേഷി ഇല്ലല്ലോ. വേണ്ട, നിന്റെ മനസ്സിൽ വേദന ഉണ്ടാകിട്ട് ഒരു തുള്ളി കണ്ണുനീരും നിന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിയാൽ കോടികൾ പള്ളിക്ക് വേണ്ടി കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരും. അതാണ് ആത്മാർത്ഥതയുള്ള കണ്ണുനീരാകണം നമ്മൾ. ഒരാളെ കാണുമ്പോ ഉഡായിപ്പിന്റെ കണ്ണുനീരാവരുത്, അത് രണ്ടാമത് പറയാൻ പോവാൻ. ആത്മാർത്ഥതയുടെ കണ്ണുനീരാകണം നമ്മുടെ കണ്ണുനീർ. ഇനി ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ കണ്ണുനീരേതെന്നറിയോ? അത് അഭിനയത്തിന്റെ കണ്ണുനീരാണ്. നിങ്ങളെ കാണുമ്പോ ഞാൻ അങ്ങ് പൊട്ടിക്കരയാൻ. അഭിനയിക്കുകയാണെങ്കിൽ അള്ളാഹു പാഠം പഠിപ്പിക്കും. എങ്ങനെയാണ്? വാപ്പയുടെ മുന്നിൽ വന്നിട്ട് മക്കള് പറഞ്ഞു, 10 പേരാണ് വന്നത്, തടിമാടന്മാരാണ്, ആചാന ബാഹുക്കളാണ്, നല്ല ആകാര സൗഷ്ഠവമുള്ള, നല്ല തണ്ടിയും തടിയുമുള്ള സാമർഥ്യമുള്ള 10 മക്കള് വന്നിട്ട് വാപ്പയോട് പറയുന്നു, വാപ്പാ നമ്മുടെ കുഞ്ഞനുജനെ ഞങ്ങൾ കളിപ്പിച്ചോട്ടെ, ഞങ്ങൾക്ക് വിട്ടുതരുവോ? വാപ്പ പറഞ്ഞു, പൊന്നുമക്കളെ, എന്റെ പൊന്നുമോനില്ലാതെ ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ വലിയ മക്കളായി, പക്ഷേ എന്റെ പൊന്നുമോനില്ലാതെ എനിക്ക് പറ്റൂല. ആ പൊന്നുമോനെ നിങ്ങൾ കളിക്കാനെന്നും പറഞ്ഞു കൊണ്ടുപോയി. ആ പൊന്നുമോനെങ്ങാന് കാട്ടിലകപ്പെട്ടു പോയ ചെന്നായ പിടിച്ചാലോ, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ആ 10 മക്കളും വാപ്പയോട് പറയുന്നു, വാപ്പാ ഞങ്ങൾ ഇത്രയും ആത്മാർത്ഥതയുള്ള മക്കളല്ലേ, ഞങ്ങളുടെ കുഞ്ഞനുജനെ ഞങ്ങൾ ചെന്നായക്ക് വിട്ടുകൊടുക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് വാപ്പാ ഞങ്ങളെ കൂടെ ഒന്ന് വിടുവോ, പൊന്നുമോനെ വിടുവോ? ആ സമയത്ത് പ്രിയപ്പെട്ട വാപ്പാ തന്റെ പൊന്നുമോനെ അതാ 10 മക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ആ മക്കള് നേരെ പൊന്നുമോനെയും കൊണ്ട് കുഞ്ഞനുജനെയും കൊണ്ട് കാട്ടിലേക്ക് പോവുകയാ. കാട്ടിൽ ചെന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാട്ടിലേക്ക് കൊണ്ടുപോയി ആ പൊന്നുമോനെ കുഞ്ഞനുജനെ എന്താ ചെയ്തതെന്നറിയോ? അവന്റെ കുപ്പായം അഴിച്ചെടുക്കുകയാണ്. ആ കുപ്പായം അഴിച്ചെടുത്തിട്ട് അവനെ നേരെ കിണറിലേക്ക് അങ്ങ് തള്ളിയിട്ടു. എന്താണ് കാരണമെന്നറിയോ? ഞങ്ങളുടെ വാപ്പാക്ക് സ്നേഹം ഞങ്ങളോടല്ല, ഞങ്ങളുടെ വാപ്പാക്ക് സ്നേഹം ഈ കാണുന്ന പൊന്നുമോനാണ്, കുഞ്ഞുമോനോടാ, ഞങ്ങളുടെ കുഞ്ഞനുജനോടാണ് വാപ്പാക്ക് സ്നേഹമുള്ളത്. അതുകൊണ്ട് വാപ്പ ഇനി ഞങ്ങളെ സ്നേഹിക്കണമെങ്കിൽ ഈ കുഞ്ഞനുജൻ ഇല്ലാതാകണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വാപ്പയുടെ മുന്നിൽ നിന്ന് കുഞ്ഞനുജനെ പിടിച്ചുകൊണ്ട് വന്ന് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്നത്. എന്നിട്ട് അവര് എന്താ ചെയ്തതെന്നറിയോ? ഒരു ചെന്നായയെ പിടിച്ചു. എന്നിട്ട് കുഞ്ഞനുജനെ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ ഊരി മാറ്റിയ കമീസില് ആ ആടിനെ പിടിച്ചിട്ട് ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തമതാ കുഞ്ഞുടുപ്പിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാ. എന്നിട്ട് ആ ഉടുപ്പുമായിട്ട് വൈകുന്നേരം വാപ്പയുടെ മുന്നിലേക്ക് വരികയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വജാഉ അബാഹും ഇശാഅൻ യബ്കൂ. വൈകുന്നേരം വാപ്പയുടെ മുന്നിലേക്ക് കുഞ്ഞനുജന്റെ കുപ്പായത്തിൽ പുരണ്ട ആടിന്റെ രക്തവുമായിട്ട് ഈ സഹോദരങ്ങൾ വാപ്പയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാ. ഞങ്ങളുടെ കുഞ്ഞനുജൻ ഞങ്ങളുടെ സാധന സാമഗ്രികളുടെ അടുക്കലാക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് മാറിയതാണ്. ആ സമയത്തൊരു വലിയ ചെന്നായ വന്നു വാപ്പാ, നമ്മുടെ കുഞ്ഞനുജനെ കടിച്ചു കീറി കൊന്നു തിന്നു വാപ്പാ.
എന്നിട്ട് 10 സഹോദരങ്ങളും കരയുകയാ. ഇതേതാണ് വാപ്പയെന്നറിയോ? മഹാനായ സയ്യിദുനാ യാഖൂബ് അലൈഹിസ്സലാം. ഈ കുഞ്ഞനുജനാരാ? മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. 10 സഹോദരങ്ങളും വാപ്പയുടെ മുന്നിൽ വൈകുന്നേരം വന്ന് കരഞ്ഞ കരച്ചിലുണ്ടല്ലോ, അത് അഭിനയത്തിന്റെ കരച്ചിലാ. അഭിനയത്തിന്റെ കരച്ചിലിന് അള്ളാഹു കൊടുത്ത തിക്തഫലം എന്താണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിന്റെ അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ കസേരയിൽ ഇരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന അധികാരിയായ പൊട്ടക്കിണറ്റിൽ നിന്ന് കാഫില കൂട്ടങ്ങളുടെ തൊട്ടിയിൽ അകപ്പെട്ട് അടിമച്ചന്തയിലെ വിൽപ്പന ചരക്കായി മാറി. അവിടുന്ന് കൊട്ടാരത്തിലെ ദത്തുപുത്രനായി മാറി. അവിടുന്ന് സലീഹ എന്ന പെണ്ണ് തന്റെ ശരീരത്തിന്റെ ദാഹം തീർക്കാൻ വേണ്ടി കടന്നു പിടിച്ചു. കേസ് പെണ്ണിന്റെ ഭാഗത്താണല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം കാരണമായി തടങ്കൽ പാളയത്തിൽ അകപ്പെടുകയാ. പീഡന പർവ്വങ്ങളേറ്റു വാങ്ങിയിട്ട് അവസാനം നിരപരാധിയാണെന്ന കുറ്റത്തിൽ നിന്ന് വിമോചിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം വിമോചിതനായി അധികാരം ഏറ്റെടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട യൂസുഫ് എന്ന സഹോദരന്റെ മുമ്പിൽ കൊണ്ട് കിണറിൽ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ 10 സഹോദരങ്ങളും അതാ കരഞ്ഞു നിലവിളിച്ചിട്ട് വരികയാണ്. ഞങ്ങളുടെ കുഞ്ഞനുജാ സഹായിക്കണേ, അല്ലാഹുവോട് ദുആ ചെയ്യണേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പയുടെ മുമ്പിൽ വന്ന് കരഞ്ഞ കണ്ണുനീര് സൂറത്ത് യൂസുഫിൽ പറഞ്ഞ കണ്ണുനീര് ആത്മാർത്ഥതയുടേതല്ല, അത് അഭിനയത്തിന്റെ കരച്ചിലാണ്. വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 2 കരച്ചില്. ഒന്ന് ആത്മാർത്ഥതയുടെ കരച്ചില്. ഒന്ന് ശ്രദ്ധിക്കണം. ആത്മാർത്ഥതയുടെ കരച്ചില്, ആ കരച്ചില് ആത്മാർത്ഥമാണെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, കാരണങ്ങളുണ്ടെങ്കിൽ പോലും അള്ളാഹു അതിന്റെ കൂലി കൊടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, അഭിനയിക്കുന്ന കരച്ചിലിനോ, ഈ അഭിനയത്തിന്റെ കരച്ചിലും നല്ല ലക്ഷ്യത്തിലാണെങ്കിലും, അഭിനയത്തിന്റെ കരച്ചില് നല്ല ലക്ഷ്യത്തിനാണെങ്കിൽ പോലും ഈ 10 സഹോദരങ്ങളും എന്താ ചെയ്തത്? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയാനുള്ള കാരണം എന്താ കാരണം? സ്വത്ത് യൂസുഫിന് കൊടുക്കുമെന്ന് പേടിച്ചിട്ടല്ല. സ്വത്ത് യൂസുഫ് നബിക്ക് കൊടുക്കുമെന്ന് പേടിച്ചിട്ടല്ല. യൂസുഫ് നബിയോട് വാപ്പയുടെ പ്രിയം കണ്ടപ്പോ ഞങ്ങളുടെ വാപ്പയുടെ സ്നേഹം ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കൾ വാപ്പയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എടുത്ത ഒരു തന്ത്രമായിരുന്നു. നല്ല ലക്ഷ്യമാണ്, പക്ഷേ അതിന്റെ മാർഗം മോശമായി പോയി. അപ്പൊ അഭിനയിച്ച് കരയുന്നത് നല്ല ലക്ഷ്യത്തിനാണെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഖുർആൻ പറഞ്ഞ ആത്മാർത്ഥതയുടെയും അഭിനയത്തിന്റെയും കണ്ണുനീരിനെ പരിചയപ്പെടുത്തിയിട്ട് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എവിടെയൊക്കെയാണ് നമ്മൾ കരയേണ്ടത്? ഖുർആൻ നമ്മളോട് കരയാൻ പറഞ്ഞത് എവിടെയൊക്കെയാണ്? ഇന്നത്തെ ദിവസം മുതൽ പ്രതീക്ഷയൊന്നുമില്ല. കാരണം കാലഘട്ടത്തിന്റെ പോക്ക് വല്ലാത്ത ഒരു മോശമായ പോക്കിലേക്കാണ് പോകുന്നത്. ഇതൊന്ന് തിരിച്ചു വെക്കണേ. മോശമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു സിമ്പിളായ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു സിമ്പിളായ ഉദാഹരണം. കാസർഗോഡ് ജില്ലയിൽ ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് പടന്നക്കടുത്ത് മാവിലാക്കടപ്പുറം എന്ന് പറയുന്ന പ്രദേശത്താണ്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട്. പക്ഷേ അത് ജില്ലയാണെന്ന പരിഗണനയിൽ നമുക്ക് കണ്ണൂർ ജില്ലയുടെ ബോർഡറാണെന്നും പറഞ്ഞ് അങ്ങോട്ട് മാറ്റിവെച്ചാൽ ഈ പ്രദേശങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് മാണിക്കോത്ത് ഉറൂസിലാണ്. ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത് 10-12 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈ ഉറൂസിന് വരുമ്പോ വേറെ ഒരു സ്ഥലത്തും കാണാത്ത, വേറെ ഒരു സ്ഥലങ്ങളിലും കാണാത്ത ഒരു നല്ല ഒരു സ്വഭാവം അന്ന് കാസർഗോഡുകാർക്കുണ്ടായിരുന്നു, നിങ്ങൾക്കുണ്ടായിരുന്നു. അള്ളാഹു നമുക്കത് തിരിച്ചു തരട്ടെ. എനിക്കറിയാം, ഒരു ടെസ്റ്റ് നടത്തിയതാ ഞാൻ. ദുആ ചെയ്യുമ്പോൾ 2 കൈ ഉയർത്തി ആമീൻ പറയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു 12 വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ തന്നെയാണത്, വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണത്. അതിൽ നിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാള് നടക്കുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഖാമുകളുള്ള ജില്ല കാസർഗോഡ് ജില്ല.
കേരളത്തിൽ 99.4% പർദ്ദയിടുന്ന ദീനീ ബോധമുള്ള മതചിഹ്നം ഉയർത്തിക്കാണിക്കുന്ന പ്രിയപ്പെട്ട നാരിമാരുള്ള ജില്ല കാസർഗോഡ് ജില്ല. 50% വരുന്ന ചെറുപ്പക്കാരും സുന്നത്തായ ദാടിയും തൊപ്പിയും വെക്കുന്ന ജില്ല കാസർഗോഡ് ജില്ല. ഈ കാസർഗോഡ് ജില്ലയിൽ വഅളിന് യാതൊരു പഞ്ഞവുമില്ല. പക്ഷേ ആ നല്ല സ്വഭാവത്തിൽ നിന്ന് താഴേക്ക് വരാൻ 12 വർഷം എടുത്തൊരു വ്യാഴവട്ടക്കാലം. അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ എവിടെയൊക്കെ കരയണമെന്ന് നമ്മളോട് പറഞ്ഞത് ആ ഭാഗങ്ങളിൽ ഇന്നുവരെ നമ്മൾ കരഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് എത്രയോ അകലത്തിലാണ് എന്ന് ചിന്തിക്കുക. മറിച്ച് ഈ പറയപ്പെടാൻ പോകുന്ന ഭാഗങ്ങളിൽ കരയാനുള്ള ഭാഗ്യം അല്ല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലേക്ക് കയറാത്തതുപോലെ നമ്മൾ നരകത്തിൽ പോകൂല. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഒന്നാമതായി ഖുർആൻ പറഞ്ഞത് എവിടെയെന്നറിയോ? വിഷയത്തിന്റെ കാതലായ ഭാഗത്തേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. നാം കരകേണ്ടത് എവിടെയാണ്? ഒന്നാമതായിട്ട് കരകേണ്ട സ്ഥലം അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ സൂറത്തുൽ ഇസ്രാ എടുത്തൊന്ന് നോക്കിയാൽ കാണാം 109-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുകയാണ്, വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂ വയസീദുഹും ഖുശൂആ. ഇസ്രായിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാ, വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ. കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴുന്നവരാ. ഒരു വിഭാഗം ആളുകൾ കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴുന്നവരാ. വയസീദുഹും ഖുശൂആ. അങ്ങനെ സുജൂദിൽ കിടന്ന് കരയുമ്പോ, സുജൂദിൽ കിടന്ന് വിങ്ങുമ്പോ, സുജൂദിൽ കിടന്നവരുടെ ഹൃദയം പിടപെടയ്ക്കുമ്പോ അവർക്ക് അല്ലാഹു ഖുശൂഇനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാ. ഓ കാസർഗോഡ് ജില്ലക്കാരാ, എന്റെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട്ടയും അതുപോലെ തന്നെ മാണിക്കോട്ടയും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന അടുപ്പം എവിടെയാണെന്നറിയോ? ഖാലി ഹസൈനാർ പാപ്പയുടെ മഖാം സിയാറത്ത് ചെയ്യുമ്പോഴല്ല, അവിടത്തെ ഉറൂസിൽ നമ്മൾ പങ്കാളികളാകുമ്പോഴല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് നിരാഹാരം കിടന്ന് തൊണ്ട പൊട്ടിക്കീര് ചുണ്ട് വരണ്ടുണങ്ങിയിട്ട് ഹലാലായ ഭക്ഷണം വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് വേണ്ട, എന്റെ പടച്ചവൻ പറഞ്ഞ സമയം എത്തിയിട്ടില്ല, സ്വന്തം ഭാര്യ കിടപ്പുമുറിയിൽ ഉണ്ടാകുമ്പോൾ ഇല്ല, എനിക്ക് മഗ്രിബിന്റെ സമയം വരെ അവള് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്രതശുദ്ധിയിലൂടെ പടച്ചവനിലേക്ക് അടുക്കുന്ന ചെറുപ്പക്കാരാ, ആ നോമ്പിന്റെ സമയത്തല്ല റബ്ബിനോട് കൂടുതൽ അടുക്കുന്നത്. ഒരു വെള്ളമുണ്ടെടുത്ത്, ഒരു വെള്ളമുണ്ട് പുതച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബാലയം എന്ന കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗേഹമുണ്ടല്ലോ, ലബ്ബൈക്കിന്റെ മന്ത്രോച്ചാരണത്തോടുകൂടി കഅബാലയത്തിന്റെ മുമ്പിലെത്തിയിട്ട് തവാഫ് ചെയ്യുമ്പോഴല്ല, മസ്അയിലൂടെ സഅയ് ചെയ്യുമ്പോഴല്ല, പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖൽറാഇന്റെ ചുവട്ടില് ഹുജറത്ത് ശരീഫയില് നമ്മുടെ നായകന്, ലോകത്തിന്റെ നേതാവ്, നമ്മുടെ ഖൽബിന്റെ രാജാവ്, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പേ, നമ്മുടെ വികാരമേ വിചാരമേ, ലോകത്തിന്റെ നായക, മദീനയുടെ മാണിക്യമേ, മക്കയുടെ മരതകമേ, എന്റെയും നിങ്ങളുടെയും ജീവന്റെ ജീവനായ കണ്ണിലെ കൃഷ്ണമണിയായ ഹൃദയത്തിന്റെ മിടിപ്പായ മുഖ്ബിറേ സാദിഖേ സാദിഖൽ മസ്ദൂഖ് റൂഹി ഫിദാ അഹ്മദ് മുജ്തബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുമ്പോഴല്ല പടച്ചവനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം എപ്പോഴും അറിയോ? പ്രിയപ്പെട്ടവരെ, സമ്പത്തുണ്ടാക്കിയിട്ട് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി സക്കാത്ത് കൊടുക്കുന്ന സമയത്തല്ല റബ്ബുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. ഏത് സമയത്താണ് പടച്ചവനുമായിട്ട് കൂടുതൽ അടുക്കുന്നതും അറിയോ?
പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഷരീഫ് എന്ന് പറയുന്ന പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിലെ പരിവർത്തനത്തിന്റെ പടകുത്തുനി മുഴക്കിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയായ വിശുദ്ധമായ ഖുർആൻ എടുത്ത് ഷരീഫ് എടുത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴല്ല അല്ലാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം എപ്പോഴും അറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ഒളു എടുത്ത് അവനെ നിസ്കാരപ്പായയിലേക്ക് കയറിയിട്ട് കൈകെട്ടിയിട്ട് റുക്കൂ ചെയ്ത് പിന്നീട് അവന് എഴുത്തിദാലിലേക്ക് വന്ന് അവന് നേരെ പോകുമല്ലോ. ഇന്നേ വരെ ആരുടെ മുന്നിലും കുനിക്കാത്ത തല, ഒരു തന്റെ മുമ്പിലും കുനിക്കാത്ത ശിരസ്, ഒരു അധികാരിയുടെ മുമ്പിലും കുനിക്കാത്ത ശിരസ് നടന്നു പോകുന്ന നിലത്ത് ചേർത്ത് വെച്ചിട്ട് അവന്റെ അന്തസ്സിന്റെ ആഭിജാത്യത്തിന്റെ ഇസ്സത്തിന്റെ അടയാളമായ തല അത് നടന്നു പോകുന്ന നിലത്ത് വെച്ചിട്ട് അവന്റെ വൃത്തികെട്ട പൃഷ്ഠഭാഗം എടുത്ത് ഉയർത്തി വെച്ചിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, നീയാണ് അത്യുന്നതൻ തമ്പുരാനെ, നീയാണ് അത്യുന്നതൻ അല്ലാഹ്, എല്ലാം അറിയുന്ന റബ്ബേ നീയാണ് അഅ്ലാ, നീയാണ് ഉന്നതൻ, നീയാണ് സമുന്നതൻ എന്ന് പറഞ്ഞിട്ട് സുജൂദിൽ കിടക്കുന്ന സമയമുണ്ടല്ലോ. ആ സുജൂദിൽ കിടക്കുമ്പോഴാണ് അഖറബമായ കൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു, ഒരു മനുഷ്യൻ ഉടമസ്ഥനായ റബ്ബുമായിട്ട് അടുക്കുന്ന ഏറ്റവും വലിയ അടുപ്പം അവന് സുജൂദിൽ കിടക്കുമ്പോഴാണ്. ആ സുജൂദിലാണ് അല്ലാഹുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ആ സുജൂദിൽ വയഖറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂആ, നമ്മൾ കരകേണ്ട ഒന്നാമത്തെ സ്ഥലം എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിൽ വെച്ചാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ. ഒന്നാമത് കരയേണ്ടത് സുജൂദിലാണ്. സുജൂദിൽ കിടക്കുന്നത് എങ്ങനെയാണ്? എന്താ ഇത്രയും മഹത്വ സുജൂദിൽ വരാൻ കാരണം? നമ്മളിപ്പോ രണ്ട് കാലും കൊണ്ട് നടക്കുന്നു, രണ്ട് കൈ വീശുന്നു, നെഞ്ചു വിരിക്കുന്നു. നമ്മൾ അങ്ങനെയല്ലേ നടക്കുന്നത്? എന്നാൽ നമുക്കൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നമ്മൾ നടന്നത്, നമ്മുടെ ഇപ്പോഴത്തെ പേര് ഇരുകാലികൾ എന്നാണ്. നമ്മുടെ പേര് ഇരുകാലികൾ. ഞാനിപ്പോ നിങ്ങൾ ആരെങ്കിലും നാൽക്കാലി എന്ന് വിളിച്ചാൽ നിങ്ങൾ എന്നെ തല്ലൂലേ? നിങ്ങൾ എന്നെ നാൽക്കാലി എന്ന് വിളിച്ചാൽ എന്നെ അധിക്ഷേപിക്കലല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, മനുഷ്യന്റെ പ്രത്യേകത ഇരുകാലിൽ നടക്കുന്നു എന്നുള്ളതാണ്. നാൽക്കാലികൾ എന്ന് വിളിക്കുന്നത് മോശമല്ലേ? എന്നാൽ ഈ ഇരുകാലിൽ നടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാലമുണ്ടായിരുന്നു. അന്ന് നമ്മൾ നാലുകാലിൽ നടന്നു, ഇല്ലേ? നമ്മുടെ ഉമ്മയോട് ചോദിച്ചു നോക്ക്, വാപ്പയോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ മക്കളിലേക്കോ പേരക്കുട്ടികളിലേക്കോ നോക്ക്, അവര് നടക്കുന്ന എങ്ങനാണ്? രണ്ട് കൈ ഊന്നി, രണ്ട് കാലും കാൽമുട്ട് നിലത്ത് വെച്ച് 6 കാലിൽ നടക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. രണ്ട് തള്ളവിരൽ, ല്ലേ? രണ്ട് കാൽപാദങ്ങൾ, രണ്ട് കാൽമുട്ടുകൾ, രണ്ട് കൈ വെച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ വീടിനകത്ത് നടക്കുന്നത്. അത് കുഞ്ഞുങ്ങളായതുകൊണ്ടാണ്. കൊച്ചുമക്കൾ, കുട്ടികൾ മുട്ടിലിഴഞ്ഞ് രണ്ട് കൈയും രണ്ട് കാലും നിലത്തു വെച്ചിട്ട് ഞങ്ങൾ ഒന്നുമായില്ല. യൂസുഫ് അലി സാഹിബ് ആകുന്നതിന് മുമ്പ് മുട്ടിലിഴഞ്ഞു. രവിപ്പിള്ളയാകുന്നതിന് മുമ്പ് മുട്ടിലിഴഞ്ഞു. സയ്യിദുൽ ഉലമാ ജിഫ്രി മുട്ടുകോയാട്ടങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് മുട്ടിലിഴഞ്ഞു. ബഹുമാനപ്പെട്ട ഖാദി ഹസൈനാർ മഹാനവറുകൾ, പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ മുട്ടിലിഴഞ്ഞിരുന്നു. ഈ പറയുന്ന ഞാൻ മുട്ടിലിഴഞ്ഞു. രാജ്യം ഭരിക്കുന്നവർ, സ്റ്റേറ്റ് ഭരിക്കുന്നവർ, എല്ലാ ആളുകളും മുട്ടിലിടഞ്ഞിട്ടില്ലേ? ആ ചെറിയ പ്രായത്തിൽ മുട്ടിലിടയുന്നത് പോലെയല്ലേ ഇപ്പൊ നമ്മൾ രാജ്യം ഭരിച്ചപ്പോഴും സമർത്ഥന്മാരായപ്പോഴും നമ്മൾ എല്ലാം നേടിയപ്പോഴും കോടാനകോടി സ്വത്തിന്റെ ഉടമയായപ്പോഴും അധികാരം നമ്മുടെ കയ്യിൽ വന്നപ്പോഴും ഈ പള്ളിയിൽ കയറിയാൽ അന്ന് ചെറിയ കാലത്ത് നമ്മൾ നടന്നതുപോലെ മുട്ടിലിടഞ്ഞിട്ടല്ലേ സുജൂദിൽ കിടക്കുന്നത്? ആലോചിച്ച് നോക്ക്, മുട്ടിലിടഞ്ഞിട്ടാ നമ്മൾ സുജൂദിൽ കിടക്കുന്നത്. കൈ രണ്ടും മൂന്നി, മുട്ടു നിലത്തൂന്നി, കാൽപാദം നിലത്തൂന്നി,
നമ്മുടെ ശിരസ് നമ്മൾ നിലത്ത് വെച്ച്, നെറ്റിയും മൂക്കും നിലത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ സുജൂദിൽ കിടക്കുന്ന റബ്ബിന്റെ മുമ്പിൽ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? അല്ലാ, നീയാണ് ഉന്നതൻ, നീ ഉന്നതനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പണി എന്താണ്? നമ്മുടെ ഉന്നതിയുടെ അടയാളമാകുന്ന തല നിലത്ത് വെച്ചു. അബുൽ കലാം ആസാദിനെ നിങ്ങൾക്കറിയില്ലേ? ഈ രാജ്യത്ത് അബുൽ കലാം ആസാദ് എന്ന ഭാഷാ പണ്ഡിതനെ മാറ്റി നിർത്തിയിട്ട് ഒരു വിദ്യാഭ്യാസത്തിന്റെ നവോത്ഥാനം കൊണ്ടുവരാൻ കേന്ദ്രം ഭരിക്കുന്നവർക്ക് കഴിയോ? അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ഭാഷാ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ അബുൽ കലാം ആസാദ് എന്നവർ, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിങ്ങളുടെ നിസ്കാരം എന്താ നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്ന്? എന്താ നിങ്ങൾക്ക് നിസ്കാരം തരുന്ന സന്ദേശം എന്ന്? അബുൽ കലാം ആസാദ് പറഞ്ഞു, എന്റെ ഡ്രൈവർ, എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവൻ, എന്റെ വീട് വൃത്തിയാക്കുന്നവൻ, എന്റെ വസ്ത്രം അലക്കുന്നവൻ, എന്റെ ബാഗ് പിടിക്കുന്നവൻ, എന്റെ വീട്ടിൽ പണിയെടുക്കുന്നവൻ, അവൻ കാല് വെക്കുന്നിടത്ത് ഞാൻ തല വെക്കുന്നു. അതാണ് നിസ്കാരത്തിന്റെ സന്ദേശം. മുന്നിലെ സഫിൽ നിൽക്കുന്ന ഒരാൾ, തൊട്ട് മുന്നിലെ സഫിൽ നിൽക്കുന്ന ഒരാൾ, അയാള് കാല് വെച്ചെടുത്തല്ലേ നമ്മൾ തല വെക്കുന്നത്? ഒരു മനുഷ്യൻ ഇത്രത്തോളം താഴ്മ കാണിക്കുന്ന വേറൊരിടമുണ്ടോ? ആ സുജൂദിൽ കിടക്കുമ്പോ നമ്മൾ കരയണം. ഷാഫി മദ്ഹബ് അനുസരിച്ച്, ഉസ്താദുമാർക്കൊക്കെ അറിയാം, ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ കരഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും, ശബ്ദം പുറത്തു വരാൻ പാടില്ല. അത് മദ്ഹബുകളുടെ വീക്ഷണമാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോ പൊട്ടിച്ചിരിച്ചു, എന്തോ ഒരു സംഗതി കണ്ടു, നമ്മൾ പൊട്ടി അങ്ങ് ചിരിച്ചു പോയി. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ? നമ്മൾ നിസ്കരിച്ചോണ്ട് നിൽക്കുമ്പോ പൊട്ടി അങ്ങ് ചിരിച്ചു പോയി, മുന്നിൽ എന്തെങ്കിലും കോപ്രായങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ നിസ്കാരം. ഷാഫി മദ്ഹബല്ലേ അവിടെ? നമ്മുടെ നിസ്കാരം ബാത്തിലായി, നമ്മുടെ നിസ്കാരം ബാത്തിലായി. പക്ഷേ ഹനഫി മദ്ഹബ് പ്രകാരം നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ചാൽ നിസ്കാരം ബാത്തിലാവുക മാത്രമല്ല, അവന്റെ ഒളുവും മുറിഞ്ഞു എന്നാണ്. ആ ഒന്നെന്ന് ഒതുവെടുക്കണം. നിസ്കാരത്തിലെ പൊട്ടിച്ചിരിക്കൽ അവൻ ഒന്നുകൂടെ ഒതുവെടുക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്നതുപോലെ മദ്ഹബുകളുടെ വീക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും കുറവുകളും നമ്മുടെ കരച്ചിലിന്റെ പേരിൽ ഉണ്ടായേക്കാം. പക്ഷേ എന്താണോ നമ്മുടെ മനസ്സ് നീറുന്ന നൂറ് സങ്കീർണമായ പ്രശ്നങ്ങൾ സുജൂദിൽ ദൈവം തമ്പുരാന്റെ സർവേശ്വരന്റെ മുന്നിൽ കിടന്നിട്ട് നമ്മുടെ നെഞ്ച് പൊട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ശബ്ദം വന്നില്ലെങ്കിൽ പോലും ഹൃദയം തേങ്ങണം. അല്ലാഹു ആ നിമിഷം നമ്മുടെ ദുആ സ്വീകരിക്കും. ഞാൻ അത് വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കേണ്ട വിഷയം വരുമ്പോൾ ഞാൻ വിശദീകരിക്കാം. അതുകൊണ്ട് ഒന്നാമത് കരയേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ സുജൂദിലാണ്. ഇനി രണ്ടാമത്തെ സ്ഥലത്തേക്ക് നിങ്ങൾ വാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹു പറയുകയാണ് രണ്ടാമത് കരയേണ്ടത് എവിടെയെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാണ്, അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ വതൽഹഖൂന വലാ തബ്കൂൻ. അല്ലാഹു സൂറത്തുൻ നജ്മിലൂടെ ചോദിക്കുകയാ, അസിഫത്തിൽ ആസിഫ, അസിഫത്തിൽ ആസിഫ, ഇതാ പരലോകത്തിന്റെ ദിവസം എത്തിയിരിക്കുകയാ, ഖിയാമത്തിന്റെ നാൾ എത്തിയിരിക്കുകയാണ്, അന്ത്യദിനം ഇതാ എത്തിയിരിക്കുകയാണ്. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ആ ദിവസത്തെ തടഞ്ഞു നിർത്താൻ ലോകത്തൊരു ശക്തികൾക്കും കഴിയില്ല. ആ സംവിധാനത്തെ തടഞ്ഞു നിർത്താൻ ലോകത്തൊരു സംവിധാനങ്ങൾക്കും കഴിയില്ല. സഹോദരങ്ങളെ, കഴിയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. അതാണ് അല്ലാഹു പറയുന്ന ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, അല്ലാഹുവിന് മാത്രമേ പരലോകത്തിന്റെ പ്രവേശന കവാടമാകുന്ന ലോകാവസാനത്തെ തടഞ്ഞു നിർത്താൻ കഴിയുള്ളൂ. എന്റെ കാഞ്ഞങ്ങാടുകാരാ, മാണിക്കോട്ടുകാരാ, പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പടച്ചവനല്ലാതെ കഴിയില്ല ലോകാവസാനത്തെ
പിടിച്ചു നിർത്താൻ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുമല്ലോ. കിഴക്കൻ ചക്രവാളത്തിലെ സൂര്യന്റെ ഉദയം മാറിയിട്ട് അത് പടിഞ്ഞാറൻ ചക്രവാളത്തിലാകുമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൗജൂജ് മൗജൂജ് വരുമല്ലോ, ദാബത്തുൽ അർള് വരുമല്ലോ, അതുപോലെ മഹ്ദി ഇമാം വരുമല്ലോ, ഈസാ നബി ഇറങ്ങി വരുമല്ലോ, കടൽ കപ്പിക്കപ്പെടുമല്ലോ, ആകാശം പൊളിഞ്ഞു വീഴുമല്ലോ, നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുമല്ലോ, സൂര്യൻ പൊട്ടിപ്പിളരുമല്ലോ. ഈ പർവ്വത നിരകളെല്ലാം പാറ്റകളെ പോലെ, ഈ പർവ്വത നിരകളെല്ലാം ചെറിയ പഞ്ഞിക്കെട്ട് പോലെ പറന്ന് നടക്കുമല്ലോ. ആ കാലം വരുന്ന സമയത്ത് അല്ലാഹ് പറയുകയാണ്, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫാ, പടച്ചവനല്ലാതെ തടഞ്ഞു നിർത്താൻ ആർക്കും അത് കഴിയൂല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂ, ഇത് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ലേ? ഇത് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ലേ? വതൽഹഖൂന വലാ തബ്കൂ, എന്നിട്ട് നിങ്ങൾ എന്തേ ചിരിക്കുന്നത്, കരയാത്തത്? ഖിയാമത്ത് നാളിനെ ഓർത്തിട്ട് നിങ്ങൾ എന്തേ കരയാത്തത്? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? ചിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഈ മഹാത്ഭുതം കണ്ടിട്ട് നിങ്ങൾ എന്തേ ചിരിക്കുന്നത്? എന്തേ നിങ്ങൾക്ക് കരയാൻ മനസ്സ് വരുന്നില്ലേ? ലോകം അവസാനിക്കുമല്ലോ സഹോദരങ്ങളെ. ലോകം അവസാനത്തിന്റെ അടയാളങ്ങളൊക്കെ ഒട്ടുമിക്കതും കണ്ടു തുടങ്ങി. അത് ഒരുപക്ഷേ കാസർഗോഡ് ജില്ലക്കാരിൽ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാകാം. ഇവിടെ വിവാഹത്തിന്റെ ആർഭാടങ്ങള്, കല്യാണത്തിന്റെ മാമാങ്കങ്ങൾ നടക്കുമ്പോൾ പുതിയാപ്ലയെ JCBയിൽ കൊണ്ടുവരുന്ന വൃത്തികെട്ട കല്യാണം, പുതിയാപ്ലയെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് നാട്ടുകാരെ മറ്റുള്ള സമുദായത്തിലുള്ള ആളുകളെ പോലെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലുള്ള പേക്കൂത്തുകള്. ഇത് മുസ്ലിമിന്റെ കല്യാണമാണോ? ഇത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ കല്യാണമാണോ? JCBയിലും അതുപോലെ ടിപ്പറിലും കൊണ്ടുവരുന്ന കല്യാണങ്ങള് തൊട്ടടുത്ത ദിവസങ്ങളിലല്ലേ കണ്ണൂര് ജില്ലയില് എയർപോർട്ട് റോഡ് തടഞ്ഞു നിർത്തിയിട്ട് പുതിയാപ്ല ഒട്ടകപ്പുറത്ത് വരികയാണ്. ഞാൻ എല്ലാ വേദിയിലും പറയുന്നത് ഇവിടെ പറയാൻ, എനിക്കത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾ തരുന്നത് വാങ്ങിപ്പോയി സുഖിപ്പിച്ചിട്ട് പോകാൻ എനിക്കറിയില്ല. എന്റെ ബാധ്യത ഞാൻ നിറവേറ്റുന്നു. ഞാൻ പറയുന്നു, രാഷ്ട്രീയ പാർട്ടികളെയോ സംഘടനകളെയോ പെണ്ണിന്റെ ഉപ്പയെയോ അല്ലെങ്കിൽ ചെക്കനെയോ അല്ലെങ്കിൽ ചെക്കന്റെ കൂട്ടുകാരെയോ ഈ വിഷയത്തിൽ നമ്മൾ തള്ളി പറയണ്ട. അവർക്ക് മതബോധം കുറവാണ്, അവർക്ക് ദീൻ കുറവാണ്. ഈ വിഷയത്തിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? പള്ളിയിലെ ഇമാമിനെയും കമ്മിറ്റിക്കാരെയും, അല്ലാതെ ദുനിയാവിൽ വേറെ ആരെയും ഈ വിഷയത്തിൽ കുറ്റം പറയണ്ട. ചെക്കൻ മോശമായ രീതിയിൽ അനിസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന വിവാഹത്തിന് എന്തിന് ഇമാം അൽഫാത്തിഹ വിളിക്കാൻ പോണം? എന്തിന് ഇമാമിന്റെ സാന്നിധ്യം? എന്തിന് ഇമാം ദ്വാരക്കാൻ പോണം? എന്തിന് അവിടത്തെ മഹല്ല് കമ്മിറ്റി എന്തിനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? ഒരു നിയമം വെച്ചൂടെ? ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, കോമാളിത്തരങ്ങൾ കാണിച്ചാൽ, ആ വിവാഹത്തിൽ പങ്കാളിയാകുന്ന പെണ്ണിനെയും ചെക്കനെയും അവരുടെ കുടുംബത്തെയും പള്ളി വിലക്കുമെന്നോ പണിഷ്മെന്റ് കൊടുക്കുമെന്നോ പെനാൽറ്റി അടിക്കുമെന്നോ എന്തുകൊണ്ട് മഹല്ലുകൾക്ക് പറഞ്ഞൂടാ? എന്തുകൊണ്ട് പറഞ്ഞൂടാ? അങ്ങനെ ആകെ ദുനിയാവില് ഈ പ്രവൃത്തിയെ തടഞ്ഞു വെക്കാൻ കഴിയുന്ന, കോമാളിത്തരങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം മഹല്ല് പരിപാലകരാണ്. കാരണം എന്താണെന്നറിയോ? കല്യാണ വീട്ടിലെങ്ങാനും കോമാളിത്തരം കാണിച്ചാൽ 1 ലക്ഷം രൂപ പണിഷ്മെന്റ് പെനാൽറ്റി അടിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ആ പണി ചെയ്യോ? പള്ളിക്ക് അടച്ചില്ലെങ്കിൽ എന്താ? വാപ്പ മരിച്ചാൽ വീട്ടിന്റെ പുറത്തിട്ട് ഉണക്കാനല്ലേ പറ്റുള്ളൂ, കബറിൽ കൊണ്ടുവെക്കണ്ടേ? പള്ളി അനുവാദം കൊടുക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കമ്മിറ്റി വിചാരിച്ചാൽ നടക്കും. അള്ളാഹു നമ്മുടെ കേരളത്തിലെ മുഴുവൻ കമ്മിറ്റി ഭാരവാഹികൾക്കും അങ്ങനെ ഒരു ഇസ്സത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉലമാക്കൾ കൂടെ നിൽക്കണം. എന്നിട്ട് അങ്ങനെയുള്ള വിവാഹങ്ങളെ ബഹിഷ്കരിക്കണം. അതിന് വിട്ടുപോകുന്നു. ഞാൻ ആവർത്തിച്ചു പറയാം, ഹിന്ദു സമൂഹത്തിന്റെ വിവാഹത്തിൽ ഇങ്ങനെ കോമാളിത്തരം ഇല്ല. ഇല്ല ഇല്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും നിങ്ങൾക്കത് കാണിക്കാൻ പറ്റുമോ? ക്രൈസ്തവ വിവാഹങ്ങളിൽ ഇങ്ങനത്തെ കോമാളിത്തരങ്ങളില്ല. ഉള്ളത് മുഴുവനും മുസ്ലിം സമുദായത്തിന്റെ കല്യാണങ്ങളിലാണ്. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ഉത്തമ സമുദായത്തിന്റെ ആളുകളാണ്. ലോകാവസാനത്തിന്റെ അടയാളമാണിത്. ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഈ അടയാളങ്ങൾ നമ്മുടെ മുന്നിലെത്തുമ്പോൾ എന്തേ നിങ്ങൾക്ക് ചിരി വരുന്നത്, കരച്ചിൽ വരുന്നില്ലേ? നിങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ലേ? എന്തേ നിങ്ങൾ ചിരിക്കുന്നത് മനുഷ്യ? ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ചോദ്യം അതാണ്. അപ്പൊ
കരയേണ്ട രണ്ടാമത്തെ സ്ഥലം ഏതാണ്? ആഖിറത്തെ ഓർത്തിട്ടാണ്, പരലോകത്തെ ഓർത്തിട്ടാണ്. ഇത് ഖുർആനിന്റെ രണ്ടാമത്തെ സമ്മാനമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, ഒരു ദിവസം പ്രവാചകനും സഹാബാക്കളും നടന്നു വരികയാണ്. ആ സമയത്ത് പ്രവാചകന്റെ പിന്നിൽ നടക്കുന്ന പ്രിയപ്പെട്ട സതീർത്ഥ്യരായ അവിടത്തെ പ്രിയപ്പെട്ട സഹാബാക്കൾ വല്ലാതെ ചിരിച്ചു. ആരോ എന്തോ പറഞ്ഞപ്പോൾ തമാശയാണല്ലോ. ആളുകൾ കൂട്ടം കൂടി ചിരിക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തിരിഞ്ഞു നിന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ലൗ തഅലമൂന മാ അഅലം ലല്ലഹികുതും ഖലീലാ വലബഖൈതും കസീറാ. സഹാബത്തെ, നിങ്ങൾ ചിരിക്കുന്നതിന്റെ കാരണം അറിയോ? നിങ്ങൾ ഞാൻ അറിഞ്ഞതൊന്നും അറിയാത്തത് കൊണ്ടാ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ചിരിക്കൂല, നിങ്ങൾ എപ്പോഴും കരഞ്ഞേനെ എന്ന് റസൂല് പറഞ്ഞപ്പോ സഹാബാക്കൾ കരയാൻ തുടങ്ങി. സഹാബാക്കൾ അങ്ങ് കരയാൻ തുടങ്ങി. എത്രത്തോളം എന്നറിയോ? അവസാനം അള്ളാഹുവിന് ഇടപെടേണ്ടി വന്നു. അള്ളാഹു ജിബ്രീലിനെ വിട്ടിട്ട് പറയാ, എന്റെ സഹാബാ, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ജീവിതം വല്ലാതെ മുരടിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ നന്നായി ജീവിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഖാരിബൂ സദ്ദിദൂ, നിങ്ങൾ നല്ല രീതിയിൽ ജീവിതത്തെ മെച്ചപ്പെടുത്തുക, ജീവിതം കെട്ടിപ്പടുത്തുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് ചിരിച്ചോ, എന്നിട്ട് ധാരാളം കരഞ്ഞോ എന്ന് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാ റസൂലുള്ളാഹി അങ്ങനെ പറയാൻ കഴിഞ്ഞതെന്നറിയോ? റസൂലുള്ളാഹി നരകം കണ്ടത് മുശാഹദയാ. റസൂലുള്ളാഹി നരകം കണ്ടത് തഹ്ഖീഖ. നേരിട്ടാണ് നരകം കണ്ടത്, നേരിട്ടാണ് സ്വർഗം കണ്ടത്. ഇതൊന്നും അറിയാത്തത് കൊണ്ടാ നമ്മൾ ധാരാളം ചിരിക്കുന്നത്, കുറച്ച് കരയുന്നത്. നമ്മളെ തിരിച്ചറിവ് എപ്പോഴാണോ ഉണ്ടാവുക, അന്ന് നമ്മുടെ കരച്ചില് ധാരാളമാകും, നമ്മുടെ ചിരി കുറയ്ക്കും. രണ്ടാമത് നമ്മൾ കരയേണ്ട സ്ഥലം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ആഖിറത്തെ ഓർത്തിട്ടാണ്. ആര് കരയുന്നു സഹോദരങ്ങളെ? ഭാര്യ ഒളിച്ചോടിയാ കരയും, മക്കള് പരാജയപ്പെട്ട കരയും, ഇല്ലേ? അങ്ങനെ കരയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് പുള്ളി, രണ്ട് തുള്ളി, രണ്ട് പുള്ളി, രണ്ട് തുള്ളി, ഇത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. ദൈവത്തിന്, സൃഷ്ടാവിന്, ഈശ്വരന്, സർവേശ്വരന്, സർവാധിപതിക്ക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് രണ്ട് തുള്ളിയും രണ്ട് പുള്ളിയും പ്രിയങ്കരമാണ്. ആ രണ്ട് പുള്ളികൾ തൽക്കാലം ഞാൻ വിടുന്നു, നമ്മുടെ വിഷയം അതല്ല. രണ്ട് തുള്ളിയിൽ ഒരു തുള്ളി ഞാൻ വിടുന്നു. ഒരു തുള്ളി ഏതാ? അള്ളാഹുവിനെ ഓർത്തിട്ടൊരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു തുള്ളി കണ്ണുനീര്. പാറകളെക്കാൾ ഉറച്ചു പോയിരിക്കുന്ന നമുക്ക് കരയാൻ പറ്റിയില്ല എന്ന് പറയുന്നത് നമ്മുടെ കുറ്റമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥതയുടെ കണ്ണുനീരുണ്ടാകണം. അള്ളാഹു അവന്റെ ശിക്ഷയോർത്ത്, അവന്റെ പരലോകത്തെ ഓർത്ത് കരയുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമതായി ഖുർആൻ പറഞ്ഞത് ഞാൻ ചുരുക്കി പറയാൻ. മൂന്നാമതായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരൽപ്പമെങ്കിലും ഇത് വിശദീകരിക്കാതെ പോകുന്നത് ശരിയല്ല. ഈ മൂന്നാമത്തേത് ഒരൽപ്പമെങ്കിലും വിശദീകരണം ആവശ്യമുള്ളതാ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ദൈനംദിനം നൈരന്തര്യം നമുക്ക് കരയാൻ പറ്റുന്നൊരവസരമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന മൂന്നാമത്തേത്, വഇദാ തുസ്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജദൻ വബുകിയാ. സൂറത്തുൽ മറിയമിൽ അല്ലാഹു തആല പറയുന്ന വാക്കാണ്. സഹോദരങ്ങളെ, മൂന്നാമത് നമ്മൾ കരയേണ്ട സ്ഥലം എവിടെയാണെന്നറിയോ? ഈ പള്ളിയിൽ വന്നിരുന്ന് നമ്മൾ ഖുർആൻ എടുക്കുമല്ലോ, ഒന്നുമല്ലെങ്കിൽ റമളാനിലെങ്കിലും നമ്മൾ ഖുർആൻ എടുക്കുമല്ലോ. ആ ഖുർആൻ എടുത്ത് നമ്മൾ ഓതുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ മുൻഗാമികളായ ആളുകളെ നശിപ്പിച്ച കഥകൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷകളെ പറ്റി പറയുന്നുണ്ട്. കത്തിയാളുന്ന നരകത്തിന്റെ ഭീകരതയെ പറ്റി പറയുന്നു.
പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തിനെയും അവന്റെ സ്വർഗത്തിനെയും പറ്റി വ്യാജാലമാകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല പറയുന്നു, മൂന്നാമത് കരയേണ്ടത് എവിടെയെന്നറിയോ? വഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജദൻ വബുകിയാ. അല്ല പറയുകയാണ്, നിങ്ങളുടെ മുന്നിൽ ഖുർആൻ ഓതപ്പെട്ടു കഴിഞ്ഞാൽ, വിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ, ആ സമയത്ത് നിങ്ങൾ കരയണേ, നിങ്ങൾ കരയണേ. ആരാണ് മാണിക്കോത്തുകാരാ കരഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കറിയോ? തമീമുദ്ദാരി എന്ന് പറയുന്ന തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്തു ജാസിയയിലെ ഒരു ആയത്ത് രാത്രി ഓതിയത്രേ മഹാനവറുകൾ. എന്താ ആയത്തെന്നറിയോ? അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആ അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാ. അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആ, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഭാവിക്കുന്നുണ്ടോ, അവർ ചിന്തിക്കുന്നുണ്ടോ? അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാ, അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത ഈമാനുള്ളവരെ പോലെ ആണ് അവരും എന്നവർ ഭാവിക്കുന്നുണ്ടോ? ഈ ആയത്തോടെയിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു രാത്രി ഉറക്കം വരുന്നില്ല. രാത്രി ഉറങ്ങാതെ കിടക്കാൻ പറ്റാതെ ഒരു പോള കണ്ണടയ്ക്കാതെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കരച്ചിലാണ്, കരച്ചിലാ. അവസാനം നേരം പ്രഭാതമാകുന്നത് വരെ ആ കണ്ണുനീര് മാറുന്നില്ല. കരഞ്ഞ് കരഞ്ഞ് പ്രഭാതം വരെ കരഞ്ഞു എന്ന് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുകയാ. ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ ആയത്ത് കേട്ടിട്ട് പറഞ്ഞ എനിക്കെന്തേ കരച്ചിൽ വരാത്തത്? കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് കരച്ചിൽ വരാതിരിക്കുന്നത്? എന്താ അതിന്റെ അർത്ഥമെന്നറിയോ? ആരാണ് തിന്മ ചെയ്തവനും നന്മ ചെയ്തവനും ഒരുപോലെയാണെന്ന ഭാവന ആർക്കാവുള്ളത്? കള്ളു കുടിക്കുന്നവൻ, പലിശ വാങ്ങുന്നവൻ, ആ മനുഷ്യര് സത്യവിശ്വാസികളെ പോലെയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഈ ഒരൊറ്റ ചോദ്യം അല്ലാഹു ചോദിക്കുന്ന സന്ദർഭത്തിൽ നേരം പുലരുന്നതുവരെ മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് കരയേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അവർ വിശുദ്ധ ഖുർആൻ ഓതിയപ്പോ കരഞ്ഞത് അവരുടെ ഹൃദയം പാറകൾ പോലെ ഉറച്ചതല്ല, മറിച്ച് അവർക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ കരച്ചിലാണ്. നിങ്ങൾ ഹജ്ജിന് പോയിട്ടുള്ളവരുണ്ടല്ലോ, ഉംറയ്ക്ക് പോയിട്ടുള്ളവരുണ്ടല്ലോ, വിശുദ്ധ ഹറമിൽ ചെന്ന് നിങ്ങൾ നമസ്കാരത്തിൽ ഇമാമിന്റെ പിന്നിൽ അണിനിരക്കുമ്പോ നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, KL 60Q 6262 സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ആ വൈറ്റ് കളറാ അല്ലെ? സ്വിഫ്റ്റ് കാറാണ്. KL 60Q 6262. ആ വാഹനം ദയവ് ചെയ്ത് ഒന്ന് മാറ്റി കൊടുക്കണം. എല്ലാ വാഹനങ്ങളും, നേരത്തെ ആമുഖം പറഞ്ഞത് അതാണ്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടതാണ്. പോലീസിന്റെ നിർദ്ദേശമുള്ളതാ. നമ്മൾ അനുസരണയുള്ളവരാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ പള്ളി നിസ്കരിക്കുന്നവരെന്നല്ല അർത്ഥം. അനുസരിക്കേണ്ടവരാണ് മുസ്ലിം. അതുകൊണ്ട് എല്ലാ ആളുകളും സ്വയം നിയന്ത്രിക്കുകയും വാഹനങ്ങൾ ദയവ് ചെയ്ത് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യണം. സംഘാടകരും ഇതിന്റെ വോളണ്ടിയേഴ്സും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറം വരെ ചെയ്യുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ നിസ്സഹായരാണ്. അതുകൊണ്ട് കൃത്യമായി എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് ഈ പ്രത്യേകിച്ച് 62 സ്വിഫ്റ്റ് കാർ എടുത്തു മാറ്റി ഈ വാഹനങ്ങൾ ദയവ് ചെയ്ത് മാറ്റി പാർക്ക് ചെയ്യണം. ഇതിനെ നമ്മുടെ പരിപാടി ഇനി ദുആ മജ്‌ലിസ് ഒക്കെ നടക്കാനുള്ളതാണ്. ഇതിന്റെ ജനങ്ങളുടെ ആ ബാഹുല്യം കാരണം സംഘാടകർ വളരെ വിഷമത്തിലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ആ വിഷയത്തിൽ നിങ്ങൾ ഈ സംഘാടകരുമായി സഹകരിക്കണം എന്നറിയിക്കുക.
ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒരു കവർ തന്നു വിട്ടിട്ടുണ്ട്. ഇപ്പോ കവർ ഏൽപ്പിക്കുകയാണ്. ആ കവർ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദുആക്ക് ആ മുമ്പായി ആ കവർ തിരിച്ച് ഏൽപ്പിക്കണം. കവർ തിരിച്ചേൽപ്പിക്കലല്ല, അതിൽ സാമ്പത്തിക സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആ കവർ തന്നിട്ടുള്ളത്. എല്ലാവരും നല്ലൊരു സംഭാവന അതിൽ കരുതി അതിൽ വെച്ച് ഇൻഷാ അല്ലാഹ് അത് തിരികെ ഏൽപ്പിക്കണം. നമ്മുടെ ഉസ്താദ് ദുആക്ക് വേണ്ടി അരമണിക്കൂറിന്റെ ഉള്ളിൽ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. ആ ബാക്കി കാര്യങ്ങളുടെ ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചാൽ ദുആക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒഴിഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കണം. ഒരാളും നമ്മുടെ ഈ പരിപാടി കൊണ്ട് നിയമപാലകർക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കോ ഒരു വിഷമം നമ്മൾ ഉണ്ടാക്കരുത്. ഈ മഹാനുഭാവന്റെ പൊരുത്തം നമുക്ക് കിട്ടൂല. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ ഒന്ന് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ജാഗ്രത പാലിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം ചെയ്യുന്ന ആളും ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകളും ഒരുപോലെയല്ല. അത് ഒരിക്കലും ഒരുപോലെ ആവൂല. അതെങ്ങനെ ഒരുപോലെ ആവുക? ഈ ഒരൊറ്റ ചോദ്യം അള്ളാഹു ചോദിച്ചപ്പോ തമീമുദ്ദാരി തങ്ങൾക്ക് നേരം പുലരുന്നത് വരെ കരയേണ്ടി വന്നു. കാരണം എന്താണ്? അള്ളാഹുവേ, ഞാൻ ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലോ എന്ന ചിന്തയാണ്. ഞാൻ ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലോ എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് ആ കരച്ചിലുണ്ടായത്. ഒരു ദിവസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇബ്നു മസ്ഊദേ, ഒന്ന് ഖുർആൻ ഓതുവോ? ഞാനൊന്ന് കേട്ടോട്ടെ. വിശുദ്ധ ഖുർആൻ ഓതുമോ ഇബ്നു മസ്ഊദേ? ഞാനൊന്ന് കേട്ടോട്ടെ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങക്കല്ലേ ഖുർആൻ അവതരിപ്പിച്ചത്? അങ്ങയുടെ മേലല്ലേ ഖുർആൻ ജിബ്രീൽ ഓതിത്തന്നത്? അങ്ങക്ക് വേണ്ടിയിട്ടല്ലേ ഖുർആൻ അവതീർണമായത്? എന്നാൽ പ്രവാചകരെ, അങ്ങയുടെ മുന്നിൽ ഞാൻ എന്തിനാ ഖുർആൻ ഓതേണ്ടത്? അങ്ങക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ എന്തിനാ ഞാൻ അങ്ങയുടെ മുന്നിൽ ഓതുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയുകയാണ്, ഓ ഇബ്നു മസ്ഊദേ, മറ്റൊരാളിൽ നിന്ന് ഓതി കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമാ. വേറൊരാൾ ഓതുന്ന ഖുർആൻ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇബ്നു മസ്ഊദേ, ഒന്ന് ഓതി തരുമോ? ഞാൻ ഒന്ന് കേട്ടോട്ടെ. ഇതാരുടെ കഥയാണ്? ഹിറാ ഗുഹയിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ധ്യാന നിമഗ്നനായിരിക്കുമ്പോൾ അവിടത്തേക്കല്ലേ ഖുർആൻ അവതരിപ്പിച്ചത്? അവിടത്തേക്ക് വേണ്ടിയല്ലേ ഖുർആൻ അല്ലാഹു തആല ഇറക്കി കൊടുത്തത്? അതേ പ്രവാചകൻ തന്നെയല്ലേ ഖുർആൻ സഹാബത്തിനെ പഠിപ്പിച്ചത്? ആ പാഠത്തിൽ നിന്നല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്തത്? അതേ ഇബ്നു മസ്ഊദ് എന്ന ശിഷ്യനോട് ഗുരു പറയുകയാണ്, ഒന്ന് ഓതുമോ? ഞാനൊന്ന് കേട്ടോട്ടെ. വേറൊരാളിൽ നിന്ന് ഓതി കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി. ഏത് സൂറയാണ് ഓതിയതെന്നറിയോ? സൂറത്തുൻ നിസാ ഓതുകയാ. സൂറത്തുൻ നിസാ ഓതി 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 അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇരുന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതി ഓതി ആഖിറവുമായി ബന്ധപ്പെട്ട ഒരു ആയത്തെത്തുമ്പോ, പരലോകത്തെ സാക്ഷികളുമായി ബന്ധപ്പെട്ട ആയത്തെത്തിയപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ തിരുനബിയിലേക്കൊന്ന് നോക്കുകയാ. ആ സമയത്ത് കാണാൻ കഴിഞ്ഞത് എന്തെന്നറിയോ? ഫഇദാ ഐനാഹു തദ്രിഫാ, ഫഇദാ ഐനാഹു തദ്രിഫാ. റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കവിൾത്തടത്തിലൂടെ ഹബീബായ നബി തങ്ങൾ കരയുകയാ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകരെ, അങ്ങ് പോലും ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അനുയായികളായ നമ്മൾ എത്രയോ ഖുർആൻ കേട്ടവരാ. പരിശുദ്ധ ഹറമിലെത്തുമ്പോ നിങ്ങൾക്കറിയുമല്ലോ, ഇമാമ ഖുർആൻ ഓതുന്ന നിസ്കാരത്തിലെ ജഹരിയായ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഇമാം ഓതിയിട്ടതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ പൊട്ടി പൊട്ടി കരയുന്നത് കേട്ടിട്ടില്ലേ? എന്തേ നമുക്കതിന്റെ ആശയങ്ങളും മനസ്സിലാകാത്തത് കൊണ്ടാ?
സഹോദരിമാർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ബീവി ആയിഷ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ചൂടേറ്റ് അവിടുത്തെ ശരീരത്തിന്റെ എല്ലാ ചൂടും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിന്റെ മുന്നിൽ ഒരു സഹാബി വരികയാ. എന്താ സഹാബി വന്നതെന്നറിയോ? മാർക്കറ്റിലേക്ക് പോവുകയാണ്, സാധനങ്ങൾ വാങ്ങണം. ആ സാധനങ്ങൾ ആയിഷ ബീവിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അതും കൂടി വാങ്ങാമല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്ന സഹാബി നോക്കുമ്പോ ആയിഷ ബീവി നിസ്കാരത്തിലാ. അവര് ഓടുന്ന ആയത്തേതെന്നറിയോ? സൂറത്ത് തൂറിലെ ഒരു ആയത്താ. فمن الله علينا ووقانا عذاب السموم فمن الله علينا ووقانا عذاب السموم. അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാ. അവൻ തീക്കാറ്റിൽ നിന്ന്, നരകത്തിന്റെ ചൂടിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്ന അല്ലാഹ് എന്നായത്തെത്തിയിട്ട് ആയിഷ ബീവി അങ്ങ് കരയാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബി കുറെ നേരം കാത്തു നിന്ന് വെയിറ്റ് ചെയ്തു. ആയിഷ ബീവി നിസ്കാരം നിർത്തിയാലല്ലേ സാധനം വേണോന്ന് ചോദിക്കാൻ പറ്റുക. ആ സ്വഹാബി കുറെ നേരം നിന്നിട്ട് പോലും ആയിഷ ബീവി നിസ്കാരത്തിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെ ആ സഹാബി നേരെ മാർക്കറ്റിൽ വന്നു. സാധനങ്ങളുമായി തിരിച്ചു പോകുമ്പോ ആയിഷ ബീവിയുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് റസൂലിന്റെ വഫാത്തിന് ശേഷമാ. അപ്പോഴും ആയിഷ ബീവി നിസ്കാരത്തിലാ. അവര് ഓതുന്നു ഇതേ ആയത്ത് തന്നെ. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. ഈ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ നിൽക്കണം ആയിഷ ബീവി. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത്, ആ നിഅമത്ത് ഉള്ളത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. തീക്കാറ്റിൽ നിന്ന്, ചൂട് നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് അള്ളാഹ് നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ആയത്തെത്തിയപ്പോ ആയിഷ ബീവിക്ക് കരച്ചിലാണ്. നമ്മൾ ഖുർആൻ എത്ര തവണ കേൾക്കുന്നുണ്ട്? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഖുർആനോട് നമുക്കൊരു ബാധ്യതയുണ്ട് കേട്ടോ. വേറെ ഏത് പ്രസംഗം കേൾക്കലാണ്, പ്രസംഗം കേൾക്കലാണ്, പാട്ട് കേൾക്കലാണ്, സമാ. പക്ഷെ ഖുർആൻ സമാ അല്ല, കേൾക്കലല്ല, ഇസ്തിമാഅൻ, സാഗൂതം കേൾക്കലാണ്, ശ്രദ്ധിച്ച് കേൾക്കലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാസർഗോഡ് ജില്ലക്കാര് വണ്ടിയിലൊക്കെ കയറി ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ കാസർഗോഡേക്കോ കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ മാംഗ്ലൂരിലേക്കോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുമ്പോ വെറുതെ മുഷിഞ്ഞിരിക്കണ്ടല്ലോ, പാട്ട് കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഖുർആനല്ലേ. അങ്ങനെ ഖുർആൻ വെച്ചു. സിഡിയോ, സിഡിയുടെ കാലം കഴിഞ്ഞു. യൂട്യൂബോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തില് വിശുദ്ധ ഖുർആൻ നമ്മുടെ വണ്ടിയിൽ, കാറിൽ നമ്മൾ പ്ലേ ചെയ്തു. ആ ഖുർആൻ കേട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് കാസർഗോഡ് ടൗണെത്തി. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് കാറിൽ കയറി. പിന്നെ ഞാനും അവനും, നമ്മളും അവനും, അവരും നമ്മളും സംസാരത്തിലായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ ഇവിടെ കേട്ടുകൊണ്ടിരിക്കാൻ അത് തെറ്റാണ്. അത് തെറ്റാണ്. നമ്മൾ ഖുർആൻ ഓഫ് ചെയ്യണം. കാരണം എന്താ? നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാതെ വിശുദ്ധ ഖുർആൻ പ്ലേ ചെയ്യാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആനിന്റെ കേൾക്കുന്നതിന്റെ നിബന്ധന ഇസ്തിമാഅ, സാധാരണ കേൾക്കലല്ല. ഇപ്പൊ നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുക, ഇസ്തിമാ അല്ല. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഖുർആൻ അങ്ങനെയാണ്. ഓരോ പദങ്ങളും, ഓരോ അക്ഷരങ്ങളും, ഓരോ വാക്കുകളും, ഓരോ വേടുകളും അത് സാഗൂതം ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. അത് ഖുർആന്റെ നിർദ്ദേശമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെ കേൾക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കരച്ചിൽ വരും. കരയണമെങ്കിൽ ഖുർആൻ എന്താ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അറിയാതെ എങ്ങനെ കരയാ? അറിയാതെ എങ്ങനെ? എത്ര അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഖുർആൻ പഠിക്കാൻ. ഭർത്താവ് മരിച്ചു, പോട്ടെ, ഭാര്യ മരിച്ചു. ആ ഭാര്യയുടെ മയ്യത്ത് പൊതിഞ്ഞെടുത്ത് മാണിക്കോത്ത് പള്ളിയിൽ കൊണ്ടുവന്നു. ആ മയ്യത്ത് പള്ളിയിൽ വെച്ചിട്ട് നമ്മൾ കൈകെട്ടി അല്ലാഹു അക്ബർ, ഫാത്തിഹ ഓതി,
രണ്ടാമത് കൈകെട്ടി ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി, മൂന്നാമത് കൈകെട്ടി നമ്മൾ പറയുന്ന പ്രാർത്ഥന, അത് മയ്യത്ത് നിസ്കാരത്തിന്റെ കാതലാണ്. ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ അറിയുന്ന ഒരാൾ, അതിന്റെ അർത്ഥം അറിയുന്ന ഒരാൾ ആ അർത്ഥം അറിഞ്ഞ് ആ പ്രാർത്ഥന മൂന്നാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലുന്ന ഒരാൾക്ക് ഭാര്യയോട് സ്നേഹമുള്ളവനാണെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ ചെല്ലുന്നുണ്ട്, എന്താ കാര്യം? നമുക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞൂടാ. എന്റെ അർത്ഥം എന്നറിയോ? നമ്മൾ എത്ര പൊന്നുപോലെ നോക്കിയതാ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ മകളെ. നമ്മൾ എന്താ മരിച്ചു പോയപ്പോ ദുആ ചെയ്യുന്നത്? കഷ്ടപ്പെട്ട് ഞാൻ 5 കോടി രൂപയ്ക്ക് വെച്ച വീട്, ആ വീടിനേക്കാൾ ഖൈറായ വീട് നീ കൊടുക്കണം തമ്പുരാനെ. നമ്മൾ ചെയ്യുന്ന ദുആയാണ്. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഇവിടെ വെച്ച വീട്ടിനേക്കാൾ ഖൈറായ വീട് നീ കൊടുക്കണം. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ സഹോദരങ്ങൾ, അതായിരുന്നു അവരുടെ ലോകം. ഇപ്പൊ മരിച്ചു, അല്ലാഹുവേ നീ ഇവിടത്തെ കുടുംബത്തെക്കാൾ നല്ലൊരു കുടുംബം അവിടെ കൊടുക്കണം. അല്ലാഹുവേ ഇവിടെ ഞാനാണ് ഭർത്താവ്, എന്റെ ഭാര്യയ്ക്ക് നാളെ നീ എന്നെക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണം. അത് ഏതാണെന്നുള്ളത് മറ്റൊരു വിഷയം, അത് വേറൊരു വിഷയമാണ്. അത് നമ്മൾ തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയുന്ന വാക്ക്, അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പടച്ചോനെ, ഇവിടത്തെ വീട്ടിനേക്കാൾ ഖൈറായ വീട്, ഇവിടത്തെ അയൽവാസത്തെക്കാൾ ഖൈറായ അയൽവാസം, ഇവിടത്തെ വീടിനേക്കാൾ ഖൈറായ വീടും കുടുംബത്തെക്കാൾ കുടുംബവും ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവിനെ കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ നെഞ്ചകം വിറയ്ക്കൂലേ, നെഞ്ചകം പിടയ്ക്കൂലേ? കാരണം എന്താ? അതിന്റെ അർത്ഥം അറിയുന്നവന് അങ്ങനെയാ. പക്ഷെ അർത്ഥം അറിയാതിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ നമ്മളങ്ങ് പാടുക, നമ്മൾ എങ്ങനെ ദ്വാരക്കാൻ. അതാണ് ഖുർആന്റെ അവസ്ഥ. എന്തെല്ലാം ആയത്തുകൾ നമ്മുടെ മുന്നിൽ പോകുന്നു, കേട്ട് പോകുന്നു, നമുക്ക് കരച്ചിൽ വരുന്നില്ല. കാരണം എന്താ? എന്താ പറയുന്നതെന്ന് അറിയണ്ടേ, എന്താ പറയുന്നറിയണമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയേണ്ടതുണ്ട്, കരച്ചിൽ വരേണ്ടതുണ്ട്. ഇതാണ് മൂന്നാമതായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത്. ഇനി നാലാമതൊരു സ്ഥലമുണ്ട്, ഏതെന്നറിയോ? നാലാമത് ഖുർആൻ പറഞ്ഞ കരയേണ്ട സ്ഥലമേതാ? എന്റെ മാണിക്കോട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ ഭാഗത്തൂടെ പോകാത്തവരാരും ഉണ്ടാവൂല. ഏത് സമയമാണ് നാലാമത് കരയേണ്ടതെന്നറിയോ? അല്ലാഹു അവന്റെ ഖുർആൻ സൂറത്തു തൗബയിലൂടെ പറയുകയാണ്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ് വകരിഹു അൻ യുജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ഫലിയൽഹഖൂ ഖലീലൻ നാലാമത് എവിടെയാണ് കരയേണ്ടതെന്നറിയോ? അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആമുഖം പറഞ്ഞ കഥ മറന്നിട്ടില്ലല്ലോ. തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകാൻ വിളിച്ച ഒരു വിഭാഗ സഹാബത്തിന് അവരുടെ കയ്യിലെ വാളുകളില്ലാത്തത് കൊണ്ട് ആത്മാർത്ഥതയുടെ കണ്ണുനീരിന്റെ ഉപമ പറഞ്ഞല്ലോ, അവരെ മടക്കി വിട്ടല്ലോ. എന്നാൽ യുദ്ധത്തിന് പോകാത്ത ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ സാമ്പത്തിക ശേഷിയും വാളും പരിചയം സർവ്വതുമുണ്ട്. പക്ഷെ അവര് പോകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? സഹോദരങ്ങളെ, അവർക്ക് ഭൗതികമായ ചില താല്പര്യങ്ങളായിരുന്നു. യുദ്ധത്തിന് വേണ്ടി റസൂലുള്ള വിളിച്ചപ്പോൾ മൈലുകൾക്കപ്പുറത്ത് തബൂക്കിലേക്ക് യാത്ര പോകാനും മടി കാണിച്ച ആ പ്രിയപ്പെട്ട ആളുകൾ അല്ലാഹുവിന്റെ ഖുർആൻ അവരോട് പറഞ്ഞതെന്തെന്നറിയോ? അവരെ പറ്റിയിട്ട് വിശദീകരിച്ചതിന് ശേഷം അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഫലിയൽഹഖൂ ഖലീലൻ വലിയബ്കൂ കസീറാ. വളരെ കുറച്ച് ചിരിക്കട്ടെ, ധാരാളം കരയട്ടെ. ഇത് പറയുന്നതിന് തൊട്ടു മുമ്പ് ഈ യുദ്ധത്തിന് പോകാത്ത വിഭാഗത്തെയാണ് അല്ലാഹു പരാമർശിച്ചത്. മദീനയിലെ ഈത്തപ്പഴത്തിന്റെ വിളവെടുപ്പ് സമയം കളഞ്ഞിട്ടിയതാ. ഒരു കൈ ചെയിൻ കിട്ടിയിട്ടുണ്ട് ഗോൾഡിന്റെ, അത് ഓഫീസുമായി ബന്ധപ്പെടുക.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനയില് ഈത്തപ്പനയുടെ വിളവെടുപ്പിന്റെ സമയം. ആ സമയത്ത് എല്ലാ ആളുകളും തോട്ടത്തിലേക്ക് പോകും. തോട്ടത്തിൽ പോയി വിളവെടുക്കണമല്ലോ. ഈത്തപ്പന പാകമായി, ശക്തമായ ചൂട്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, മാത്രമല്ല കഴിക്കാൻ ഒന്നുമില്ല. ആ സമയത്താണ് തബൂക്കിലേക്കുള്ള യുദ്ധത്തിന്റെ ആഹ്വാനം വരുന്നത്. ആ യുദ്ധത്തിന് പോകാൻ വേണ്ടി സഹാബത്തിനെ അള്ളാഹുവിന്റെ ഹബീബ് വിളിക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ വീട്ടിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വരൂല. അവര് പറഞ്ഞത് എന്താണെന്നറിയോ? അവര് മുശ്രിക്കീങ്ങളാണ്, അവര് മുനാഫിക്കീങ്ങളാണ്, അവർക്ക് ഈമാനില്ലായിരുന്നു. എങ്കിൽ അവർ പോകുമായിരുന്നല്ലോ. വിശ്വാസം ഉള്ളിൽ ഇല്ലാത്ത നിലയിൽ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പുറത്തു നബിയെയും സഹാബത്തിനെയും ധരിപ്പിക്കുന്ന കപടന്മാരായിരുന്നു അവർ. പോയില്ല എന്ന് മാത്രമല്ല, പോകാനിറങ്ങിയ ആളുകളോടുത്ത് പറഞ്ഞു, ല തംഫിറു ഫിൽ ഹർറ്, ഈ ചൂടത്ത് എങ്ങനെയാടാ നിങ്ങൾ പോകുന്നേ? അള്ളാഹു അവരോട് പറഞ്ഞു, പറയൂ നബിയെ അവരോട്, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ ഭീകരമാണെന്ന്. ആ മനുഷ്യരെ അല്ലാഹു തആല വളരെ ക്രിയാത്മകമായി അവരെ അല്ലാഹു തആല ചില പരീക്ഷണങ്ങൾ കൊടുത്തു. എന്നിട്ടാണ് അള്ളാഹ് പറഞ്ഞത്, കുറച്ച് ചിരിക്കട്ടെ, ധാരാളം കരയട്ടെ. നാലാമത് നമ്മൾ കരയേണ്ടത് ചെയ്തു പോയ പാപങ്ങളെ ഓർത്തിട്ടാണ്. പലിശയെ പറ്റി ഓർക്കുമ്പോ, കള്ളുകുടിയെ പറ്റി, മദ്യപാനത്തെ പറ്റി ഓർക്കുമ്പോ, ഹറാമായ മുതൽ സമ്പാദിച്ചതിനെ പറ്റി ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയണം. പള്ളിയുടെ മുകളിലറ്റ നിലയിലിരിക്കുകയാണ് ആരാ? ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പള്ളിയുടെ മുകളിൽ ഇരുന്ന് കരയുകയാണ്. ആ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് ഹസൻ ബസരി തങ്ങൾ ഇങ്ങനെ കരഞ്ഞപ്പോ താഴെ പള്ളിയുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരാളുടെ തുണിയിലേക്ക് കണ്ണുനീര് വീണു. താഴെ നടന്നുപോയ ഒരാളുടെ തുണിയിൽ മുകളിലിരുന്ന് കരയുന്ന ഹസൻ ബസരി തങ്ങളുടെ കണ്ണുനീര് വീണു. നിങ്ങൾക്കറിയോ, ആ കണ്ണുനീര് വീണുടനെ ഹസൻ ബസരി തങ്ങളോട് വിളിച്ചിട്ട് ചോദിക്കാണ് താഴെ നിന്ന മനുഷ്യൻ, സഹോദര, ഇത് ശുദ്ധിയുള്ള വെള്ളമാണോ അതോ നജസ് വല്ലതുമാണോ? എനിക്ക് തുണി മാറ്റാൻ വേണ്ടി കിട്ടാൻ. ആ സമയത്ത് ഹസൻ ബസരി തങ്ങൾ മുകളിലത്തെ നിലയിലിരുന്നു കൊണ്ട് വിളിച്ചു പറയുകയാണ്, സഹോദരാ, തുണി പോയി മാറ്റിവെക്കൂ, കാരണം അത് നജസാ. ഇത് കൊടും പാപിയായ ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരാ. പാപത്തെ ഓർത്തിട്ട് കരഞ്ഞപ്പോ അതിൽ നിന്ന് പുറത്തേക്ക് വീണ കണ്ണുനീരാ. അതുകൊണ്ട് പോയി തുണി മാറ്റോ സഹോദരാ എന്ന് ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ കരയുമ്പോ നാലാമത് ഖുർആൻ പരിചയപ്പെടുത്തിയത് അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തിട്ടാണ് കരയേണ്ടത്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോവോ? സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോഹൻലാലും മമ്മൂട്ടിയും സർവ്വ നടീ നടന്മാരൊക്കെ വന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് എല്ലാവരെയും പരിശോധന നടത്തി. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എയർപോർട്ടിൽ വന്നാൽ ആ ഡ്യൂട്ടി ചെയ്യേണ്ടവർക്ക് ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ള ഒരു പരിശോധന, ദേഹ പരിശോധന. അതതിന്റെ നയമാണ്, അതതിന്റെ നിയമമാണ്, അത് ഒഫീഷ്യലാണ്, പൊളിറ്റിക്കൽ അല്ല, ഒഫീഷ്യലാണ്. അത് ചെയ്തേ പറ്റൂ, ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ചെയ്തിട്ട് വേണം കയറ്റാൻ. നമ്മൾ ആരെന്ന് പറഞ്ഞാലും എയർപോർട്ടിലേക്ക് പോകുമ്പോ ഒരു പരിശോധന നടത്തും, അല്ലേ? അത് നടത്താതെ കയറ്റുവോ? കയറ്റൂല. ഹിസാബില്ലാതെ ആരാ സ്വർഗത്തിൽ പോവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹിസാബ് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആയിഷ ബീവി വന്നിട്ട് നബി തങ്ങളുടെ അടുത്ത് ചോദിക്കുക, അള്ളാന്റെ ഹബീബേ, അങ്ങയുടെ ഉമ്മത്തുകളിൽ ആരെങ്കിലും ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോവോ? ആരെങ്കിലും വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോവോ? ആ സമയത്ത് അവിടെ നിന്ന് പറയുകയാണ്, പോകും ആയിഷ. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, മൻ ദക്കറ ദുനൂബഹു ഫബകാ. പാപം ചെയ്യാത്തവനെന്നല്ല പറഞ്ഞത്. പാപം ചെയ്യാത്തവര് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്നല്ല.
പാപം ചെയ്തവൻ ഒരു വേള മാനസാന്തരം വന്നിട്ട് പടച്ചവനെ ഞാൻ പാപം ചെയ്തല്ലോ എന്ന് ചിന്തിച്ചിട്ട് കരഞ്ഞ ഒരു മനുഷ്യന് ആ കരച്ചിൽ കൊണ്ട് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പാവം ചെയ്യാത്തവനല്ല, ചെയ്തു. സാഹചര്യം, മനുഷ്യനാണല്ലോ നമ്മൾ മനുഷ്യരാണ്, പാപങ്ങൾ ചെയ്തു പോകും. പക്ഷേ ആ ചെയ്ത പാപത്തിന്റെ പേരിൽ മാനസാന്തരം വന്ന് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ ഒരു മനുഷ്യന് കഴിയണം. ആ കണ്ണുനീര് എന്നിട്ട് അവന്റെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവന് ഹിസാബില്ലാതെ സ്വർഗപ്രവേശനം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മറക്കരുത്, സുജൂദില് ആഖിറത്തെ ഓർത്തിട്ട് വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് ഖുർആൻ പറയുന്നു, ഈ 4 സ്ഥലങ്ങളിൽ നിങ്ങൾ കരയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ദുനിയാവിൽ കരഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പദവിയുണ്ട്. ആ ഒരൊറ്റ പദവി കൂടി ഞാൻ പറയും. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ കുറച്ച് തേന്, നിങ്ങളിപ്പോ ഇതിന്റെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് അല്ലേ? നടക്കുന്നുണ്ട്. സാമ്പത്തിക ശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കും പടച്ചോനെ അറിയുള്ളൂ. വിശുദ്ധ ഖുർആനില് ഇന്നലെ ഞാൻ ബേക്കൽ മഖാം മുറൂസിൽ പ്രസംഗിച്ചത് വിശ്വാസിയും തേനീച്ചയും എന്ന വിഷയത്തെ പറ്റിയാണ്. ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഈ തേനീച്ചയെ പറ്റിയിട്ടുണ്ട്. സൂറത്തുൻ നഹ്ൽ. ഒരു തുള്ളിത്തേൻ ആ തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് തേനീച്ചയ്ക്ക് 100 പൂക്കളെ സമീപിക്കേണ്ടി വരും. 100 ഗ്രാം തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് 2500 യാത്ര ചെയ്യണം തേനീച്ച. മണിക്കൂറിൽ 29 കിലോമീറ്റർ വേഗതയുള്ള തേനീച്ച ദിവസം 4 കിലോമീറ്റർ യാത്ര ചെയ്യും. 40 ദിവസമാണ് തേനീച്ചയുടെ ആയുസ്. ഈച്ചകളുടെ വിഭാഗം മുഴുവനും നരകത്തിലാണ്, പക്ഷേ തേനീച്ച സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഷിഫാ എന്ന് പറഞ്ഞ ഈ ഔഷധം ഇൻഷാ അല്ലാഹ് എത്ര ഉണ്ട് ഷരീഫെ? എത്ര ഉണ്ട്? 4 ഉള്ളൂ, 5 ഉള്ളൂ? 12 ഉണ്ട്. ഒരെണ്ണം എടുത്തേ. ഒരു ചെറിയ ഒരു മരുന്ന് ഡോക്ടർ പറയാൻ 10 ലക്ഷം രൂപ ഉണ്ട്, നിങ്ങളുടെ രോഗശമനത്തിന് ഇത് കാരണമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വില കൊടുത്തും വാങ്ങൂലേ? രോഗം വെച്ച അല്ലാഹ്, ഇതിനെ സൃഷ്ടിച്ച അല്ലാഹ്, അവൻ പറഞ്ഞു ഫീഹി ശിഫാഉൽ ലിന്നാസ്, ഇതിൽ ശമനമുണ്ട് എന്ന്. 3 ദിവസം തുടർച്ചയായിട്ട് ഇത് നാവിൽ എത്തിച്ചാൽ വെറും വയറ്റിൽ അവന് ഒരു രോഗവും വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉദര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഞാൻ ഇതൊരു വില പറഞ്ഞ് തരാൻ പോവാണ്. നിങ്ങൾ ഇപ്പൊ പൈസ കൊടുക്കണ്ട, ഇപ്പൊ കൊടുക്കണ്ട. നമുക്ക് എത്ര അവധി കൊടുക്കാം? റമളാൻ മുമ്പ് മതിയോ? ഒരാഴ്ച ഇല്ല, മറക്കില്ല, അവര് തരും. 1 മാസം കൊടുത്തൂടെ? 1 മാസം. അള്ളാഹുവിന്റെ ഖുർആനിലെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു തന്ന സമ്പത്ത് അവന്റെ മിൽക്കിയത്തിലുള്ളത് നമുക്ക് ഏൽപ്പിച്ചതാണെന്ന് ബോധമുള്ള ഒരാൾ 6666 രൂപ കൊടുക്കും ഇൻഷാ അല്ലാഹ്. 1 മാസത്തെ അവധിയുണ്ട്. ആരാണ് ഇത് കൊണ്ടുപോകുന്ന ഭവനത്തിൽ? അല്ലാഹുവേ, മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തൊട്ട് ഇവിടത്തെ വീട്ടുകാരെ കാക്കണേ അല്ലാ, കുഞ്ഞുമക്കളെ കാക്കണേ അല്ലാ, ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, എല്ലാ ബലാഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ.
അറ്റാക്ക് പോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ബിബറക്കത്തി ഫീഹി ശിഫാഉൽ ലിന്നാസ് ബിബറക്കത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ്? ഒരാൾ കൈപൊക്ക്. 6666 രൂപ. ആരാളുള്ളത്? ഏതെങ്കിലും ഒരു സഹോദരൻ ഇൻഷാ അല്ലാഹ് ഇതൊന്ന് വാങ്ങിക്കോ. നിങ്ങൾക്ക് ഒരു മാസത്തെ അവധിയുണ്ട്. ആരാണുള്ളത്? ഒന്ന് പറയും. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ അതിനു വേണ്ടിയിട്ടാണ്. ആരാളുള്ളത്? പുരുഷന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും ഒരാൾ വിശുദ്ധ ഖുർആൻ ശിഫ എന്ന് പറഞ്ഞ ഈ ഔഷധം, ഈ പാനീയം ഈ സദസ്സിൽ നിന്ന്, ഈ മഹത്തായ മജ്ലിസിൽ നിന്ന് കൊണ്ടുപോകുമ്പോ അള്ളാഹു എല്ലാ കുടുംബാദികളുടെ മുഴുവൻ രോഗങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരാളുള്ളത്? ഇതിന്റെ വില നിങ്ങൾ നോക്കണ്ട. ഒരാൾ പറയും 6666 രൂപ. ആരാളുള്ളത്? ആരെങ്കിലും ഉണ്ടോ? സംഘാടകരൊന്നും അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് പോയ ആരെങ്കിലും ഉണ്ടോ നോക്ക്. വളണ്ടിയേഴ്സോ ആരെങ്കിലും ഒന്ന് നോക്ക്. സഹോദരിമാരുടെ ഭാഗത്തും പോയി. ആരാളുള്ളത്? 6666 രൂപ. കൂടി പോയിട്ടൊന്നുമില്ലല്ലോ. കൂടിയില്ലല്ലോ. ഇത് കൂടുതലല്ലല്ലോ ചോദിച്ചത്. ആരാണത്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണമല്ലേ. അള്ളാഹു നമ്മളെ എല്ലാ വിപത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആരാളത്? സഹോദരിമാരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളത് വാങ്ങാം. ആരെങ്കിലും ഒരാളുണ്ടോ? ഒന്ന് കൈപൊക്ക്. ബിസ്മില്ലാ. ഇപ്പൊ കൊടുക്കേണ്ട പൈസ നിങ്ങൾ. ആരാളത്? ഒരാൾ കൈപൊക്ക്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്ന പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ഇതിനൊക്കെ അള്ളാഹു താല ശമനം ഇതിൽ വെച്ചിട്ടുണ്ട്. ഖുർആനാണ്. സൂറത്തുൻ നഹ്ൽ 68, 69 2 ആയത്തുകളിൽ അള്ളാഹു പ്രതിപാദിച്ചതാണ്. ആരാളുള്ളത്? ഉണ്ടോ? ചോദിച്ചിട്ട് ആർക്കും വേണ്ടാത്തത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അള്ളാഹു വിധിച്ച് അവന്റെ ഫضലുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റും. ആരെങ്കിലും ഉണ്ടോ? ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടോ? ഈ സദസ്സിലോ സ്ത്രീകളുടെ ഭാഗത്തോ ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് പറയും. 6666 രൂപ. ഒരു മാസത്തിന്റെ അവധിയുണ്ട്. അതിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ആരാളുള്ളത്? അവിടെ ആരെങ്കിലും ഉണ്ടോ? സംഘാടകരുണ്ടോ? അല്ല, ഇവിടെ പുരുഷന്മാരുടെ ഭാഗത്ത്, ആ ഭാഗത്തൊക്കെ ഇരിക്കുന്നവരുടെ വളണ്ടിയേഴ്സ് നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യം കൂടെ പറഞ്ഞ് ദുആക്ക് വേണ്ടി സദസ്സ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് മാറിക്കൊടുക്കേണ്ടതുണ്ട്. വേഗം ആവട്ടെ, വേഗം. ഉണ്ടോ? പുരുഷന്മാരുടെ ഭാഗത്തോ സ്ത്രീകളുടെ ഭാഗത്തോ? ശരീഫ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ആ തേൻ കൊണ്ടുപോയി. ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ നല്ല മാർഗത്തിൽ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ച് ഉണ്ടോ? അവിടെ ആ ഭാഗത്ത് ഒന്ന് ചോദിച്ചേ. രൂപ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയും. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോഴും കൊടുക്കണ്ട. നിങ്ങൾ ഒരു അവധിയുണ്ട്, നല്ലൊരു അവധി, ഒരു മാസം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സമയമുണ്ട്. അതിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി. എന്താ പേര്? എന്താ പേരെന്താ? പേര് പറയണ്ട. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ നിന്റെ ഖുർആൻ ശമനമാണ് എന്ന് പറഞ്ഞ ഈ പാനീയം കൊണ്ടുപോകുന്ന സഹോദരന്റെ ജീവിതത്തിൽ അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കുടുംബത്തിലുള്ള സർവരെയും നീ രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ലക്ഷപ്രഭുക്കളല്ല, കോടീശ്വരന്മാരല്ല, നിന്റെ വിശുദ്ധമായ ഖുർആൻ ശിഫ എന്ന് പറഞ്ഞ ഈ ഔഷധം കൊണ്ടുപോകുന്ന സഹോദരനെ, കുടുംബത്തെയും അവിടുത്തെ മക്കളെയും നീ എല്ലാ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നീ കരകയറ്റണേ അല്ലാ. ശരീഫ് കൊടുക്ക്. ബിസ്മില്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പുറകില ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൊടുത്തേക്ക്.
അതം കൊടുത്തേ. സ്ത്രീകളുടെ ഭാഗത്ത് കൊണ്ടുപോയാ എന്റെ വിവരം കിട്ടട്ടെ. ഇൻഷാ അല്ലാഹ് പെട്ടെന്നാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദുആയ്ക്ക് മുമ്പായി ഈ തേൻ നിങ്ങൾക്ക് തരും. ദുആയുടെ മജ്ലിസാണ്, നമ്മുടെ സമാപന ദിവസമാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ വർഷമല്ല ഇതിനു മുമ്പ് ഞാൻ ഈ ഉറൂസിന് പ്രസംഗിക്കുമ്പോ ഏറ്റവും ആ പ്രസംഗത്തിൽ അവസാനം ദുആയ്ക്ക് വേണ്ടി വന്നത് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് ഒരുപാട് തേനും ഒരുപാട് മന്ത്രിച്ച വെള്ളവും ഒക്കെ ഇവിടുത്തെ ഓരോരുത്തരും അത് കൊണ്ടുപോയി. വർഷങ്ങൾ ഒരുപാടൊന്നും ആയിട്ടില്ല, 1-2 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ദുആയ്ക്ക് മുമ്പായി അത് നിങ്ങൾക്ക് തരും. നല്ലൊരു വില കൊടുത്ത് ഇത് വാങ്ങി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ പങ്കാളികളാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് ദുആയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ ബാക്കി വിഷയങ്ങളും കൂടെ പറയാൻ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഖൽബ് തുറന്നൊന്ന് കരയാൻ ഒരാൾക്ക് കഴിയുക എന്നുള്ളത്. എല്ലാവർക്കും ആ ഭാഗ്യം അല്ലാഹു കൊടുക്കില്ല. നമ്മൾ ആവർത്തിച്ചു പറയുന്നു, അഭിമാനത്തോടുകൂടി ആത്മാർത്ഥതയുള്ള ഒരു തുള്ളി കണ്ണുനീര് നമുക്കുണ്ടായാൽ നമുക്കതുകൊണ്ട് വിജയമാണ്. നേരെ മറിച്ച് പ്രിയപ്പെട്ടവരെ, അഭിനയത്തിന്റെ കണ്ണുനീരിന് ഒരിക്കലും ഒരു വിലയില്ല. അല്ലാഹു നമ്മളെ കരയിപ്പിക്കും. യൂസുഫ് നബിയുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ചതുപോലെ ഈ പറയപ്പെട്ട 4 സ്ഥലങ്ങളിൽ നമ്മുടെ കരച്ചിൽ, നമ്മുടെ കണ്ണുനീര് അല്ലാഹു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ സഹോദരങ്ങളെ, കരഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്ന കൂലി ഏതെന്നറിയോ? അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം ഏതെന്നറിയോ? ഈ ലോകത്ത് നിന്ന് നമ്മൾ മരിക്കണമല്ലോ, ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയണമല്ലോ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കാ നേരത്ത് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ചില ആളുകൾ മരിക്കാൻ നേരത്ത് അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആകാശഭൂമികൾ കരയില്ലത്രേ. അവര് മരിച്ചാൽ ആകാശഭൂമികൾ കരയില്ല. സഹോദരങ്ങളെ, ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഖാനിൽ അല്ലാഹ് പറയുമ്പോൾ ഇത് ഫിർഔനെയും അതുപോലെ തന്നെ പരിവാരങ്ങളെയും പറ്റി പറയുന്നിടത്താണെങ്കിൽ ഒരു കാര്യം തീർച്ച ഒരിക്കലും മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്. ഈ ആയത്ത് പറഞ്ഞു കേട്ടപ്പോൾ, ഈ ആയത്ത് ഓതി കേട്ടപ്പോൾ അലി തങ്ങളോട് ചോദിക്കുകയാണ്, അലി തങ്ങളെ, ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി ആകാശഭൂമികൾ കരയുമെന്നാണോ? ആകാശം കരയുമോ എന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അലി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യമാണ് സഹോദരാ നീ ചോദിച്ചത്. ഇതുവരെ ഒരാളും ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. എന്നാ കേട്ടോ, അലി റളിയല്ലാഹു അൻഹു സഹോദരന് കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ? ഇന്നഹു ലൈസ മിൻ അബ്ദിൻ ഇല്ലാ ലഹു മുസല്ലൻ ഫിൽ അർളി വമസ്അദുൻ അമലുഹു മിനസ് സമാ. ആകാശഭൂമികൾ ഒരു മനുഷ്യന് വേണ്ടി കരയുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കരയുന്നതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, മരിച്ചു പോകുന്ന മനുഷ്യന് സാലിഹായിരുന്നെങ്കിൽ അവന് ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തവനാ, ഈ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്തവനാണ്, വീട്ടിൽ സുജൂദിൽ കിടന്നവനാണ്, അള്ളാഹിന് വേണ്ടി സുജൂദുകൾ അർപ്പിച്ചവനാണെങ്കിൽ ആ സുജൂദ് ചെയ്ത മുസല്ലയുണ്ടല്ലോ, ആ സുജൂദ് ചെയ്ത സ്ഥലമുണ്ടല്ലോ, അവന് നമസ്കരിച്ച മുസല്ലയുണ്ടല്ലോ, അത് തേങ്ങി തേങ്ങി കരയുമെന്ന് നബിനാ റസൂലുള്ളാഹി. സഹോദരങ്ങളെ, ആകാശം കരയുന്നത് എങ്ങനെയെന്നറിയോ? ആകാശത്തിലേക്ക് കയറി പോകുന്ന അമലുകൾ കയറി പോകുന്ന വാതിലുണ്ടത്രേ. ആകാശത്തിലേക്ക് കയറി പോകുന്നത്, അമലുകൾ കയറി പോകുന്നത് ഒരു വാതിലിലൂടെയാണ്. ആ വാതിൽ കരയുമത്രേ. ഇനി അമലുകളില്ലല്ലോ അല്ലാ, ഇനി അമലുകൾ കയറി വരാനില്ലല്ലോ എന്നോർത്തിട്ട് ആ വാതിലുകൾ കരയുമെന്ന്
കരയുമെന്നാണ്, ആകാശം കരയുമെന്നാണ്, ഭൂമി കരയുമെന്നാണ്. നമ്മൾ സുജൂദ് ചെയ്ത സ്ഥലമുണ്ടല്ലോ, നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് എവിടെ നിന്നെല്ലാം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ഓതൽ കേട്ട സ്ഥലങ്ങള്, നമ്മൾ തസ്ബീഹ് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന പരിശുദ്ധമായ തസ്ബീഹിന്റെ മാല, അതുപോലെ നിസ്കാരത്തിന് നമ്മൾ ഉപയോഗിച്ച നിസ്കാര കുപ്പായ, പെങ്ങളെ നിങ്ങളുടെ നമസ്കാരത്തിന് വേണ്ടി വിരിച്ച മുസല്ല, നമ്മുടെ നിസ്കാരത്തിന് വേണ്ടി ഏതെല്ലാം വസ്തുക്കളുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടോ, അതെല്ലാം നാളെ കരയുമെന്നുള്ളതാ. നമ്മൾ ഒരു വിശുദ്ധമായ ഖുർആൻ ശരീഫ് ഉണ്ടല്ലോ, ആ ഖുർആൻ ശരീഫ് നാളെ നമുക്ക് വേണ്ടി കരയുമെന്നാ. നമ്മൾ ഓതിയ ഖുർആൻ കേട്ട വസ്തുക്കൾ ഉണ്ടല്ലോ, അത് പള്ളിയുടെ ചുമരാകാ, അത് പള്ളിയുടെ തൂണാകാ, അതല്ലെങ്കിൽ വീടിന്റെ ചുമരാകാ, ഡോറാകാ, ഏതാണെങ്കിലും ആ വസ്തുക്കളെല്ലാം കരയുമെന്നാണ്. ഇബാദത്തുകൾ ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇബാദത്തുകൾക്ക് സാക്ഷ്യം വഹിച്ച സർവ്വതും അവന്റെ മരണത്തോടെ കരയുമെന്ന് ആരംഭപ്പോവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം നിർവഹിച്ച് അടുത്ത 2 റക്അത്ത് നിസ്കരിക്കുമ്പോ സ്ഥലം മാറി നിസ്കരിക്കണമെന്നാണ്. കാരണം എന്താ? ഇതൊക്കെ നാളെ സാക്ഷി വരാനുള്ളതാണ്, ഇതൊക്കെ നാളെ സാക്ഷി പറയാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമലുകൾക്ക് സാന്നിധ്യം അരുളിയ സാക്ഷ്യം വഹിച്ച സർവ്വതും നാളെ പരലോകത്ത് വന്ന് നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ളതാണ്. പക്ഷേ നമ്മൾ ഓതിയ ഖുർആൻ ശരീഫ് കരയും. നാളെ നമ്മൾ മരിക്കുമ്പോ ഖുർആൻ കരയും, നിസ്കരിച്ച നിസ്കാരപ്പായ കരയും, നമ്മൾ ചൊല്ലിയ തസ്ബീഹുമാല കരയും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യർ, ഇതൊന്നും സൽക്കർമ്മങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യൻ, അവന് വേണ്ടിയിട്ട് ആകാശഭൂമികൾ കരയില്ല, അവന് വേണ്ടിയിട്ട് ഒന്നും കരയില്ല. ചില ആളുകൾ മരണപ്പെടുമ്പോ അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയത്, മാണിക്കോത്തൊരാള് നല്ലവനാണെങ്കിൽ അവൻ മരിക്കുന്ന സമയത്ത് അവന് വേണ്ടിയിട്ട് ഇവിടത്തെ പക്ഷിപറവാദികൾ, വൃക്ഷലതാദികൾ, ഇവിടത്തെ ഇഴജന്തുക്കൾ, ഇവിടത്തെ സർവ്വ ചരാചരങ്ങളും അവന് വേണ്ടി കരയുമെന്നാണ്. നമ്മൾ കാണുന്നത് മക്കള് കരയുന്നതാണ്. ആ മക്കള് കരയുന്നത് എത്ര ദിവസം? 3 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 40, അങ്ങേ അറ്റം പോയാൽ 1 ഇയർ. അത് കഴിഞ്ഞാൽ ആണ്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കരച്ചിലൊന്നും വരൂല. നമുക്ക് വേണ്ടി കരയേണ്ടത് മക്കളല്ല, നമുക്ക് വേണ്ടി കരയേണ്ടത് നമ്മൾ ഇബാദത്തുകൾക്ക് സാക്ഷ്യം വഹിച്ച വസ്തുക്കളാണ് കരയേണ്ടത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇബാദത്തുകൾക്ക് ഏറ്റവും വലിയ സ്വീകാര്യത ഉണ്ടാവുക. അതുകൊണ്ട് ഈ കരയണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കരഞ്ഞവരായിരിക്കണം, നമ്മൾ ജീവിതത്തിൽ കരഞ്ഞവരായിരിക്കണം. എന്നാൽ ചിലര് മരണപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇവിടത്തെ ജനങ്ങൾ സന്തോഷം, ഇവിടത്തെ മരങ്ങൾക്ക് സന്തോഷം, ഇവിടത്തെ പക്ഷികൾക്ക് സന്തോഷം ചില ആളുകൾ മരിക്കുമ്പോ. കാരണം എന്താ? അവര് സമൂഹത്തിന് ഗുണമില്ല, അതിലേറെ അവർക്ക് ഉപദ്രവമായിരുന്നു. ജനങ്ങൾക്ക് ഉപദ്രവമുള്ള ഒരാൾ മരിച്ചാൽ ആ മരണത്തോടെ ജനങ്ങൾ ചിരിക്കും, സന്തോഷിക്കും. ആളുകളൊക്കെ സന്തോഷവാന്മാരാവും. മരിച്ചല്ലോ. ചില ആളുകളുടെ മരണത്തെ പറ്റി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ നാട് നന്നാവുമെന്ന്, അല്ലേ? ചില ആളുകൾ പറയും, ഒന്നും അല്ലെങ്കിൽ അവന്റെ ഭാര്യയെങ്കിലും രക്ഷപ്പെട്ടല്ലോ അവൻ മരിച്ചതോടുകൂടി. ആ നിലയിൽ ആർക്കും വേണ്ടാത്തൊരു സമൂഹമാണെങ്കിൽ നമുക്ക് വേണ്ടി കരയാൻ ആരും ഉണ്ടാവൂല. മറിച്ച് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്തുള്ളതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആകാശഭൂമികൾ കരയുമെന്നാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, തബിക്കില്ലറു അലൽ മുഅ്മിനി 40 സബാഹ. ഒരു സത്യവിശ്വാസി മരണപ്പെട്ടാൽ ആ സത്യവിശ്വാസിയുടെ മരണത്തിൽ 40 പ്രഭാതം ഭൂമി കരയുമത്രേ. 40 പ്രഭാതങ്ങളിൽ ഭൂമി കരയുമെന്നാണ്. ഒരാൾ മരിച്ച 40 ദിവസം ഭൂമി കരയും അയാൾക്ക് വേണ്ടിയിട്ട്. കാരണം എന്താ? യവൻ ജീവിച്ചിരുന്നപ്പോൾ വളരെ കുറഞ്ഞ് ചിരിച്ച് ധാരാളം കരഞ്ഞവനാണ്.
അതുകൊണ്ട് തന്നെ അവൻ മരിച്ചാൽ 40 ദിവസം അവന് വേണ്ടിയിട്ട് ഭൂമി കരയുമെന്നാണ്. യഹ്യാ നബി അലൈഹിസ്സലാം കൊല്ലപ്പെട്ടല്ലോ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ടല്ലോ. ആ കൊല നടക്കുന്ന സമയത്ത് സഹോദരങ്ങളെ അറിയണേ, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ, മഹാനായ സക്കരിയ യഹ്യാ നബി അലൈഹിസ്സലാം കൊല്ലപ്പെട്ടപ്പോൾ ആകാശം ഇഹ്മറത്തിസ്സമാ, ആകാശം ചുമന്നു തുടുത്തു. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴത്തുള്ളി പോലെ ചുമന്നു തുടുത്ത തുള്ളികളായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് പോലും കരയേണ്ടി വരുന്നു ഒരു സത്യവിശ്വാസിയുടെ വിടവാങ്ങലിൽ. ഒരു സത്യവിശ്വാസിയുടെ വിയോഗത്തിൽ പ്രപഞ്ചം പോലും കരയുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കരയണം. വളരെ കുറഞ്ഞു മാത്രം നമ്മൾ ചിരിക്കണം. ആ കരച്ചിലും ചിരിയും അള്ളാഹു നമുക്ക് തന്ന ഒരു മാനുഷിക പ്രത്യേകതകളിൽ പെട്ടതാണെങ്കിൽ ആ കരച്ചിലിന് പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ അമൂല്യമായ നിധിയുള്ള ഒരു വലിയ നിധിയായി അള്ളാഹു അതിനെ അവശേഷിപ്പിക്കുകയും നാളെ നമുക്ക് അവന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ സുന്ദരമായ പ്രവേശനം നൽകുകയും ചെയ്യും. അന്ന് നമ്മൾ കരയേണ്ടി വരില്ല. ഇവിടെ ചിരിക്കുന്നവൻ നാളെ കരയും. ഒരു ഹദീസിൽ കാണാം, ചിരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ. നമുക്കതാണല്ലോ, കള്ളു കുടിക്കുമ്പോ എന്തോ ഒരു ചിരിയാൻ, പലിശ വാങ്ങുമ്പോ എന്തോ ഒരു ചിരിയാൻ. ചിരിച്ചുകൊണ്ടൊരാൾ തെറ്റ് ചെയ്താൽ നാളെ കരഞ്ഞുകൊണ്ട് നരകത്തിൽ പോകുമെന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ. ചിരിച്ചുകൊണ്ടൊരാൾ തെറ്റ് ചെയ്താൽ കരഞ്ഞുകൊണ്ട് നരകത്തിൽ പോകേണ്ടി വരും. മറിച്ച് കരഞ്ഞുകൊണ്ടൊരാൾ ഇബാദത്തെടുത്താൽ, ഇവിടെ കരഞ്ഞുകൊണ്ടൊരാൾ ഇബാദത്തെടുത്താൽ നാളെ ചിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.